ദൈവത്തെ മഹത്വപ്പെടുത്താം. ആട്ടെ, വായിച്ച തിരുവെടുത്ത് സഹോദരി ഒന്നുകൂടെ വായിച്ച് സഹായിച്ചാട്ടെ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. നമോ നമോ മമ പാമമിന ജഗന്നെ നമോ നമോ ശ്രീയേശുനായകനെ നമോ നമോ മമ പാമമിന ജഗന്നെ നമോ നമോ ശ്രീയേശുനായകനെ നമോ നമോ മമ പാമമിന ജഗന്നെ നമോ നമോ ശ്രീയേശുനായകനെ നമോ നമോ മമ പാപവിനാശകനെ നമോ നമോ ദൈവത്തെ മഹത്വപ്പെടുത്താം. മൈക്ക് നന്നായിരിക്കുന്നു, ഇങ്ങനെ നിൽക്കട്ടെ, നന്നായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞത് കേട്ട് സഹകരിച്ചിരുന്ന് ബഹുമാന്യ കർത്തൃദാസന്മാർ ഇരുവരും ഇവിടുന്ന് ഇറങ്ങി വന്നതിൽ എന്നോട് ക്ഷമിക്കണം. ഇന്നത്തെ അന്തരീക്ഷം ഇതായതുകൊണ്ട് പുറകിലും കർത്തൃദാസന്മാരുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഈ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ 1-2 തിരുവെഴുത്തുകളാണ് വായിച്ചത്. വേദപുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകവും ലേഖനങ്ങളിലെ ഒടുവിലത്തെ ലേഖനവുമായ യൂദയുടെ ലേഖനം, അതിൻ്റെ 14-15 തിരുവെഴുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. മാന്യ സഹോദരി ഒന്നുകൂടെ വായിച്ച് സഹായിച്ചാട്ടെ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹാനോക്ക് പ്രവചിച്ചു എന്ന് യൂദ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഹാനോക്ക് പ്രവചിച്ചത്? ആരാണ് ഹാനോക്ക്? എന്താണ് ഇത് പ്രവചിക്കാനുള്ള കാര്യം? ഇന്ന് രാത്രി ദൈവകൃപയിൽ ശരണപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. എനിക്ക് തന്ന പ്രോഗ്രാം ഷീറ്റ് നോക്കിയപ്പോൾ 7:30 മുതൽ ദൈവവചന ശുശ്രൂഷ 8:50 വരെയാണ്. 9-ന് ആശീർവാദം. അപ്പൊ 10 മിനിറ്റ് പാട്ടും എല്ലാം കൂടെ ആയിരിക്കാം. നോക്കട്ടെ.
ഇന്ന് രാത്രി കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാന് ബഹുമാനപ്പെട്ട KV ചാക്കോ അവர்களോട് ചോദിച്ചു, 70 വയസ്സായോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിലൊക്കെ കൂടുതലായി എന്ന് പറഞ്ഞു. ഞാൻ കൃത്യം കണക്ക് പറയുന്നില്ല. ഏജും വേജും സ്റ്റേജും ഒന്നും ചോദിക്കരുതെന്ന്. എങ്കിലും ഞാനങ്ങ് ചോദിച്ചു, സന്തോഷം കൊണ്ട് ചോദിച്ചത്. അദ്ദേഹം അതിന് കൃത്യം മറുപടിയും പറഞ്ഞു. നിങ്ങളോട് പറയുന്നു. വീണ്ടും ശക്തീകരിച്ച് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പിതാവ് കർത്താവിൽ പ്രസിദ്ധനായി മൺമറഞ്ഞ പൊടിക്കുഞ്ഞപ്പച്ചനെ, ഏഴോലി ഒമ്പൻകുഴി ഇല്ലയോ, ആ കുടുംബത്തിലുള്ള പലരുമായിട്ടും ആത്മീക ബന്ധമാണ്. ഷെടിച്ചേഴോലി സഭയിൽ ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരൊക്കെ ഞങ്ങളുടെ ഓൺസൺ പാസ്റ്ററുടെ പാപ്പനുമൊക്കെ അവിടെ ഇരുന്നതാണ്. എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. മുമ്പേ ഓർപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട JC ദേവ് അവர்களுമായി ഇന്ന് രാത്രി ഒരു കൂട്ടായ്മ ലഭിച്ചത്. എല്ലാ കർത്തൃദാസന്മാരെയും ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാളെയും മറ്റന്നാളും ഒക്കെ നടക്കുന്ന യോഗം വരുന്നവർക്കും കേൾക്കുന്നവർക്കും ദൂരത്ത് ഇരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. ഇതിന്റെ മുമ്പിൽ അധ്വാനിച്ച് പ്രവർത്തിച്ച് യത്നിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് പ്രതിഫലവും നൽകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. വാക്യം വായിക്കാൻ മാന്യ സഹോദരിമാരെ ചുമതലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വാക്യങ്ങൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ടല്ലോ, മേലിലും അങ്ങനെ തന്നെ ചെയ്താണ്. വെളിപ്പാട് 1:3 വായിക്കുമ്പോൾ ഇത് വായിക്കുന്നവനും ഭാഗ്യവാനാ, കേൾക്കുന്നവരും ഭാഗ്യവാനാ, പ്രമാണിച്ചാൽ പിന്നെ ഭാഗ്യത്തിന്റെ അയ്യരുകളിയാ. നമുക്ക് അത്രയും ഭാഗ്യം വേണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഇന്ന് രാത്രി എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ നമുക്കറിയാം, പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ, അതിൽ തന്നെയുള്ള 21 ലേഖനങ്ങളിൽ ഒടുവിലത്തെ ലേഖനമാണ് യൂദയുടെ ലേഖനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സത്യവേദ പുസ്തകം 66 പുസ്തകം 1600 കൊല്ലം കൊണ്ട് ഏതാണ്ട് 40 എഴുത്തുകാർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് എഴുതിയ പുസ്തകം. പലരും തമ്മിൽ കണ്ടിട്ടില്ല. നൂറ്റാണ്ടുകളിൽ ജീവിച്ചവരായി ഇവരെല്ലാവരും. ആദ്യത്തെ പുസ്തകം എഴുതിയ മോശയും ഒടുവിലത്തെ പുസ്തകം എഴുതിയ അപ്പോസ്തലൻ യോഹന്നാനും തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ വായിച്ചാൽ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് എഴുതിയതുപോലെ തോന്നും. കാരണം മറ്റൊന്നുമല്ല, രണ്ടുപേരിലും വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതെ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തെ 3ആയിട്ട് തരംതിരിച്ച് പഠിച്ചാൽ നല്ലതാ. 1 ചരിത്ര പുസ്തകം, 2 ഉപദേശ വിഷയങ്ങൾ, 3 ഭാവി കാല വിഷയങ്ങൾ. അതിലെ ചരിത്ര പുസ്തകം എന്റെ ഭാഷയിൽ ഒരു 5 പുസ്തകമാണ്. 4 സുവിശേഷ പുസ്തകവും അപ്പോസ്തല പ്രവൃത്തി, അങ്ങനെ 5 പുസ്തകം ചരിത്ര പുസ്തകമാണ്. പിന്നെ 21 ലേഖനങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. ഈ ലേഖനങ്ങൾ മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. സർവജനായ ദൈവം തന്റെ തിരുഹൃദയത്തിൽ നിർണയിച്ച നിർണയത്തിന് അനുസരിച്ച് എല്ലാം ക്രമപ്പെടുത്തി വെച്ച വിഷയം സമയമായപ്പോൾ മറ നീക്കി പിന്നത്തേതിൽ വെളിപ്പെടുത്തിയതാണല്ലോ വെളിപ്പാട് പുസ്തകം. അങ്ങനെ 3ആയിട്ട് തരംതിരിച്ച് പഠിക്കും. അതിലെ ചരിത്ര പുസ്തകം ഞാൻ ഓർപ്പിച്ചു 5 പുസ്തകമാണ്. ആ 5 പുസ്തകം ചരിത്ര പുസ്തകത്തെ 2ആയിട്ട് വിഭജിച്ചാൽ ആദ്യത്തെ 4 പുസ്തകം ഒരു വ്യക്തിയുടെ ചരിത്രമാണ്. അത് മറ്റാരുമല്ല, നമുക്കറിയാം. നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു. യേശുവിന്റെ ചരിത്രം. മത്തായി 28 അധ്യായവും, മർക്കോസ് 16 അധ്യായവും, ലൂക്കോസ് 24 അധ്യായവും, യോഹന്നാൻ 21 അധ്യായവും. ഇത്ര അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ഇത്ര അധ്യായത്തിൽ ഒതുങ്ങുന്ന നല്ല ചരിത്രം പിന്നെ നമുക്ക് മനസ്സിലാകാനും ഗുണം വരാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഈ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾക്കറിയാം, 50 അധ്യായമാണ്. ആ 50 അധ്യായത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ സകലത്തിന്റെയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
വാനഗോളങ്ങള്, ഈ ഭൂചരകേചര വസ്തുക്കള്, വെള്ളത്തിലുള്ളത്, ആകാശത്തുള്ളത് എന്ന് പറഞ്ഞാൽ കാണുന്ന വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും ഭൂചരകേചര വസ്തുക്കളും വാനഗോളങ്ങളും, ഇത് മുഴുവൻ ചരിത്രം 1-ാം അധ്യായത്തിൽ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരധ്യായത്തിൽ ഈ ചരിത്രം മുഴുവൻ ഒതുക്കി. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പലക്കമാർ അകലത്തിലാണ് അസ്കരൻ പ്രേക്ഷകർ എണ്ണിയിട്ടുള്ള നക്ഷത്രമാകമാന സൂക്ഷ്മമായ 60 കോടി അന്നെണ്ണിയപ്പം. ഇപ്പോഴും ചിലതൊക്കെ കണ്ടുപിടിക്കുക. എന്തേലും ഒരു കാണുമ്പോൾ തുമ്പോ തൊരാലോ കാണുമ്പോൾ ഉടനെ പേപ്പറിലൊക്കെ വന്ന് ഭയങ്കര കണ്ടുപിടിച്ചെന്ന്, ഒന്നും കണ്ടുപിടിച്ചില്ലെന്നുള്ളതാണ്. കോടിക്കണക്കിന് നക്ഷത്ര ദൈവം മുദ്രയിട്ട് മാറ്റിയിട്ടിരിക്കുക, ഒരുത്തം കണ്ടുപിടിച്ചിട്ടില്ല. നമുക്കറിയാത്ത ധാരാളം കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഒറ്റ അധ്യായത്തിൽ ഒതുക്കി. ഈ അണ്ടകടാകത്തിന്റെ ചരിത്രം മുഴുവൻ ഒരധ്യായത്തിൽ ഒതുക്കി. എന്നാൽ നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ ഏതാണ്ട് 38 അധ്യായത്തിൽ ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ്. ഒരു കുടുംബത്തിന്റെ ചരിത്രം. ആ കുടുംബത്തിലെ പ്രധാനമായിട്ട് 4 പേര് നമുക്കറിയാം. അവറാച്ചനും ഐസക്കും ജേക്കബും ഔസേപ്പും. 4 പേരുടെ ചരിത്രം ശ്രദ്ധിച്ചേ. 4 പേരുടെ ചരിത്രം എഴുതാൻ 38 അധ്യായം ഉപയോഗിച്ചു. എന്നാൽ ഈ അണ്ടകനാഗത്തിന്റെ ചരിത്രം മുഴുവൻ എഴുതാൻ ഒരധ്യായം തന്നെ എടുത്തില്ല. എന്താ ഇതിന്ന് പഠിക്കുന്ന ഒരു പാഠം? അണ്ടകടാകത്തിന്റെ ലോകത്തിന്റെ ചരിത്രത്തിനല്ല വേദപുസ്തകത്തിൽ പ്രാധാന്യം. വേദപുസ്തകത്തിൽ പ്രാധാന്യം എന്റെ ഭാഷയായി ഇഷ്ടമുണ്ട്, യോജിച്ചാൽ മതി. ദൈവത്തെ ഭജിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്നവന്റെ ചരിത്രമാണ്. 38 അധ്യായം എടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രത്തിന് അന്നും ഇന്നും ദൈവം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ഒരു വ്യക്തിയുടെ ചരിത്രമാണ്. യേശുക്രിസ്തുവിന്റെ ചരിത്രം അത് നല്ല ചരിത്രമാണ്, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രമാണ്, കേട്ടിരിക്കാൻ കൊള്ളാം. നമ്മുടെ ചരിത്രമൊന്നും അധികം ചില ആൾക്കാർ ഞായറാഴ്ച സാക്ഷിക്ക് എഴുന്നേൽക്കുമ്പോൾ പഴയ തുടങ്ങി ജോലിയൊന്നുമില്ല. കാരണം ഇത് കേട്ട് കേട്ട് മടുത്തു. ഞങ്ങൾക്കൊരു കൊച്ചമ്മയുണ്ടായിരുന്നു, എല്ലാ ഞായറാഴ്ചയും ഗസ്റ്റ് വരുമ്പോൾ എഴുന്നേൽക്കും സാക്ഷ്യത്തിന്. ഗസ്റ്റ് ഇല്ലാത്തപ്പോൾ അവരെ കേൾപ്പിക്കാനാണ് പറയുന്ന ഒറ്റ സാക്ഷ്യമാണ്. കന്നാലി എന്നെ കുത്താൻ വന്നു, കുത്തുകൊണ്ടില്ല, ഞാൻ ചാടി മണ്ടേ കയറി. അപ്പൊ തള്ള എഴുന്നേൽക്കുമ്പോഴേ കന്നാലിയായിട്ട് വരുന്നുണ്ട്. ഇത് കേട്ട് കേട്ട് മനുഷ്യൻ മടുത്തു. പക്ഷെ യേശുക്രിസ്തുവിന്റെ ചരിത്രം കേൾക്കും തോറും വിടുതലാണ്. കേൾക്കുന്നവർക്കെല്ലാം ആശ്വാസമാണ്, കേൾക്കുന്നവർക്കെല്ലാം രോഗശാന്തി തരുന്ന ചരിത്രമാണ് യേശുവിന്റെ ചരിത്രം. ഈ ചരിത്രം കേട്ട ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല. ചരിത്രം കേട്ടവർക്കും അനുസരിച്ചവർക്കും അംഗീകരിച്ചവർക്ക് അനുഗ്രഹവും നന്മയും വിടുതലമേ ഉണ്ടായിട്ടുണ്ട്. അതാ യേശുവിന്റെ ചരിത്രം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നിങ്ങൾ വചനത്തിലൊക്കെ തിട്ടമുള്ളവരാ. സമയത്തെയും കൂടെ ഞാൻ ഭയപ്പെടുന്നു. ശിവരാസൻ എന്നോട് 8:50 എന്ന് പറയണം. ഞാൻ മുന്നോട്ട് നീണ്ടാ നിങ്ങളായിരിക്കും കുറ്റക്കാരൻ. അപ്പോൾ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ചരിത്രം അതാണ് ആദ്യത്തെ 4 പുസ്തകം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ദൈവത്തിന്റെ മഹത്വം. അതെന്തോ ചരിത്രമാണ്? സുവിശേഷത്തിന്റെ ചരിത്രമാണ്. അതെ, എന്താണ് സുവിശേഷം? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സിംഹഭാഗം ആൾക്കാർക്ക് പറയാം, സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുകയല്ല, ബഹളവും വെപ്രാളവും അലവറ ഇടുന്നതല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല. ഇപ്പൊ അങ്ങനെയൊക്കെയാ, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം പോകുമ്പം ബ്ലോക്ക് ചെയ്ത് ഒരു മുണ്ടും എടുത്ത് മടക്കി കുത്തി വെച്ച് അവനെ പൊടിമീശയും പിരിച്ച് ഒരു നിപ്പം നമ്മൾ ഓർക്കും എന്റെ പെമ്പിളയ്ക്ക് സ്ത്രീധനം കിട്ടിയതാ റോഡ്. ഒന്നും വേണ്ടാൻ മേല. നമ്മൾ ഇന്നാള് ഞങ്ങൾ പറഞ്ഞു, സഹോദര ഞങ്ങൾ വന്ന് ഇവിടെ വണ്ടിക്കോട്ട് ഒറ്റയായി. ആര് ചോദിക്കാൻ, ആര് പറയാനാ?
എന്നാ നിങ്ങളെല്ലാം ഇങ്ങനെ പമ്മിയിരിക്കുന്നത്? അതല്ല സുവിശേഷം. നാട്ടുകാരന്റെ സ്വൈര്യം കെടുത്തുകയോ മറ്റുള്ളവനെ തല കൊയ്തുകൊണ്ട് വരാൻ പറയുന്ന മാർഗമല്ല സുവിശേഷം. ജാതി സ്പർദ്ധ വിതറുന്നതല്ല സുവിശേഷം. മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതുമല്ല സുവിശേഷം. അന്യോന്യം ആൾക്കാരെ തമ്മിലടിപ്പിക്കുന്നതും അങ്ങോട്ട് വൈരാഗ്യബുദ്ധി ഉണ്ടാക്കുന്നതല്ല സുവിശേഷം. ഇവിടെ ഇരിക്കുന്നവർക്ക് എന്താ സുവിശേഷം? സുവിശേഷം ഒരു വ്യക്തിയാ, അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ നസറായനാകുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്ന സുവിശേഷം. എന്തിനാ സുവിശേഷം? തീത്തോസ് 2:11 മുതൽ പഠിക്കുമ്പോൾ സകല മനുഷ്യനും രക്ഷപ്പെടാൻ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യനും രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വ്യക്തി, നസറയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. പ്രാരംഭ സമയത്ത് പറഞ്ഞു നോക്കൂ. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ആൾക്കാരും കേൾക്കണം. സങ്കീർത്തനം 49 വായിക്കുന്നത് സകല ജാതികളുമായുള്ളവരെ ഇത് എല്ലാവരും കേട്ടോണ്ട്. വെളിപ്പാടിലൊക്കെ കൊടുത്തിരിക്കുന്ന പ്രയോഗം കേൾക്കാൻ ചെവിയുള്ളവൻ എല്ലാവരും കേൾക്കണം. നമ്മുടെ ആൾക്കാർ ഇത് കേൾപ്പിക്കുകയല്ല, അതാ വേറൊരു വിഷയം. ബഹുമാനപ്പെട്ട അച്ചായൻ പറഞ്ഞ പോലെ എല്ലാവരും യോഗം നടത്തി, നമ്മൾ ഒന്ന് നടത്തി എന്നാൽ മിക്കടത്തെ യോഗം. കാരണം വെളിയിലോട്ട് കേൾപ്പിക്കുകയല്ല, ഇതിനകത്ത് തന്നെ ജോബിനെ കേൾപ്പിക്കുകയല്ല. എന്നാൽ ഞാൻ ഹൈന്ദവ സ്നേഹിതന്മാരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ക്ഷേത്രത്തിലെ ചടങ്ങുകളാണെങ്കിലും സപ്താഹമാണെങ്കിലും നവാഹമാണെങ്കിലും ലക്ഷാർച്ചയാണെങ്കിലും അവിടുത്തെ ആഘോഷങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ എല്ലാ പോസ്റ്റേലും അവർ ചെറിയ ബോക്സ് പോലെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഇല്ലയോ? ഓ, ഉണ്ട്. വണ്ടി വിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈയിടെ ഞാനായിട്ട് കവിയൂരിൽ ഇങ്ങോട്ട് വന്നപ്പം തോട്ടഭാഗത്ത് തിരിഞ്ഞു വരിക. തോട്ടഭാഗം മുതൽ കേൾക്കാം, കവിയൂർ അമ്പലത്തിലെയാണ്. തോട്ടഭാഗം മുതൽ കേൾക്കാം. കേട്ട് 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 ഞാൻ പഴമ്പള്ളി വരെ കേട്ടു. അവര് കേൾപ്പിക്കുന്നു. നമ്മുടെ ആൾക്കാർ ഗ്രൗണ്ടിൽ പോലും കേൾപ്പിക്കുന്നില്ല. ഇനി അടുത്ത് വരുമ്പോൾ ആ ഹല്ലേലൂയ എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അവിടെ നിന്ന് അളിയാന്ന് കേട്ടു പോകും. അതായത് ഇവരുടെയും കുഴപ്പമല്ല. എന്ത് ചെയ്യാം, നമ്മുടെ മൈക്കുകാരനെ ഇങ്ങോട്ട് വാ, ഇവിടെ നീ. ഇദ്ദേഹത്തെ പോലുള്ളവരെ വിളിക്കുമ്പോൾ കേൾപ്പിക്കാത്തതിൻ്റെ കാര്യം പുള്ളിയോടാണെങ്കിലും അല്ലെ മറ്റുള്ളവരോട് ചിലർ പറയും ഇച്ചിരൂടെ താത്ത് പറയാൻ. അപ്പൊ ഇവര് ഒരു ബോക്സ് കൂടെ അങ്ങ് താക്കും. ഇതെല്ലാം ചിലവുള്ളതല്ലേ, എന്നാൽ പിന്നെയും പറയും ഇച്ചിരൂടെ ഒന്ന് താക്കാവൂ. അങ്ങനെ താത്ത് വരുമ്പം ഇവരുടെ കുഴപ്പമല്ല, അവരും ഇതുകൊണ്ടൊക്കെ ആയിരിക്കുമോ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഇതെല്ലാവരും ഒന്നും കേൾക്കില്ല. പക്ഷെ എനിക്ക് ഈ തിരുവനന്തപുരം സൈഡിൽ ശുശ്രൂഷയ്ക്ക് പോകുന്ന വലിയ ഇഷ്ടമാണ്. നിങ്ങൾ അവിടെ ഒന്ന് ചെന്ന് നോക്കണം. അവിടെ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഇത് കയറ്റോണ്ടാകും ചെല്ലുന്നത്. അവിടെ ചെന്ന് വഴി ചോദിക്കുകയും വേണ്ട. നമ്മുടെ ശാന്തിപുരത്ത് വന്നിട്ടും ചോദിക്കുക യോഗം നടക്കുന്നത് എവിടാണ്, കേൾക്കുന്നില്ല. എന്നാൽ തിരുവനന്തപുരത്ത് ഒരു 3 കിലോമീറ്റർ ഇപ്പോഴേ ചെല്ലുമ്പോഴേ അറിയാം നമ്മുടെ യോഗം നടക്കുക, കേൾപ്പിക്കുക. ആട്ടെ, ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളെല്ലാം വള്ളം മുങ്ങിയതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാവരും കേൾക്കണം. അതന്നെ ഇത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. ഇത് ആശ്വാസം തരുന്ന കാര്യമാണ്. ഇത് വിടുതൽ നടക്കുന്ന കാര്യമായി പറയുന്നത്. അപ്പോൾ ഈ സുവിശേഷം എല്ലാവരും കേൾക്കണം. അതുകൊണ്ട് യോഗങ്ങളൊക്കെ നടത്തുന്ന സെന്ററിന്റെ ആണെങ്കിലും ലോക്കലിന്റെ ആണെങ്കിലും മേഖലയാണെങ്കിലും ഏരിയ ആണെങ്കിലും ജനറൽ ആണെങ്കിലും അതൊക്കെ ഇനി നടക്കുമെന്നത് വേറൊരു വിഷയം. എന്നാ കാലിനൊരു തട്ട് തട്ടിയ ഞാൻ കണ്ടു, ഒരു കാലിനൊരു തട്ട്. എനിക്ക് നല്ല കാഴ്ചപ്പാടാണ്. പുള്ളിക്കൊട്ടൊരു താട്ട്. അപ്പൊ എന്താണേലും കൊള്ളാം. എന്റെ ഒരു ചടങ്ങല്ല, എല്ലാവരും കേൾക്കണം.
എല്ലാവരും കേൾപ്പിക്കണം. എവിടെയും ഉയർത്തുവാൻ, പറയുവാൻ, കേൾപ്പിക്കുവാൻ, അറിയിപ്പാൻ പറ്റുന്നത് സുവിശേഷം. ആ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാക്കൂ. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാക്കും. വിമല മനോഹര സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. ഓയെങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോൾ എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം. ആ വാക്യം ഒന്ന് വായിച്ചേ സഹോദരി. 49-1 വാക്യം, സങ്കീർത്തനം 49-1. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. അപ്പൊ സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. എല്ലാവരും ഇത് കേൾക്കണം. എല്ലാ ജാതിക്കും കേൾക്കാൻ പറ്റിയതാ സുവിശേഷം. മറ്റു കാര്യങ്ങളൊന്നും എല്ലാവർക്കും കേൾക്കാൻ പാടില്ല. ഇതെല്ലാവരും കേൾക്കണം. ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും കേൾക്കാൻ പറ്റിയതാ സുവിശേഷം. മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ ഒക്കത്തില്ല. വാർത്തകളും മറ്റ് ഉണ്ടല്ലോ, അപ്പനും അമ്മയ്ക്കും വല്യപ്പനും വല്യമ്മയ്ക്കും കൊച്ചുമക്കൾ കൂടെ ഒന്നിച്ചിരുന്ന് എല്ലാം ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ വാർത്തകളാണ്, അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകളാണ്. ചില ആൾക്കാർ ചില വാർത്ത പതുക്കെ പറയാൻ കേൾക്കും. എന്നാൽ സുവിശേഷം എല്ലാവരും കേൾക്കണം. പിള്ളേർക്കും കേൾക്കാം. ചില പിള്ളേര് നമ്മുടെ മൂത്തവര് വർത്താനം പറയുന്നതിനിടെ വന്നിരിക്കുമ്പോൾ ചെല്ലു പറഞ്ഞേ, എന്തുവാടാ മൂത്തവര് വർത്താനം പറയുന്നതിന്റെ കീഴെ എന്തോ കേൾക്കാനാ. അപ്പം മൂത്തവര് അങ്ങനത്തതൊക്കെ ആയി പറയുന്നത്. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ കൊള്ളാത്തതൊക്കെ ആയി പറയാൻ. അതുകൊണ്ട് കേൾക്കുന്നത് എന്നാ കേൾക്കാനാ നീ വന്ന്. എന്നാൽ സുവിശേഷത്തിന്റെ വിശേഷത യേശു പറഞ്ഞത് കൊച്ചുങ്ങൾ വരരുതെന്നല്ല, ഇങ്ങോട്ട് വിടാനാ പറഞ്ഞു. ഇങ്ങോട്ട് വിട്, ശിശുക്കളെ തടയരുത്. സ്ത്രീകൾക്കും അടുത്ത് വന്ന് കേൾക്കാം, അല്ല പെണ്ണുങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത്. ഒരു സഹോദരി എന്ന് തോട്ടു വസ്ത്രത്തിന്റെ തൊങ്ങല്, അന്നേരം സൗഖ്യമാണ്. സ്ത്രീകൾക്കും കേൾക്കാം, പുരുഷന്മാർക്കും കേൾക്കാം, അമ്മയ്ക്കും കേൾക്കാം, അപ്പച്ചനും കേൾക്കാം, കൊച്ചുമക്കൾക്കും കേൾക്കാം, മക്കൾക്കും കേൾക്കാം. ഏത് തുറകളിൽപ്പെട്ട് ഏത് ജാതിക്കാർക്കും കേൾക്കാം. മനുഷ്യൻ ജാതിയും വർഗവും മരണവും ഒക്കെ തരം തിരിച്ചു വച്ചിരിക്കുന്നത്. അത് കുറെ നാളായിട്ട് ഇങ്ങനെയുള്ളത് കൊണ്ട് ചിലരുടെ ധാരണ ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞതാ. നമ്മൾ ഈ പെന്തിക്കോസുകാരാകുന്ന നമ്മളും അല്ല, ക്രിസ്ത്യാനികളെന്ന് പേരുള്ളവരും വേദപുസ്തകമൊന്നും വിശ്വസിക്കുന്നവരല്ല. വേദപുസ്തകം വിശ്വസിക്കാന്ന് ഇങ്ങനൊന്നും പറയില്ല. കാരണം വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട വാക്യം ആ ഭൂതലത്തിലെങ്ങും കൂടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ, ഇതെല്ലാം ഒറ്റ ഒരുത്തൻ്റെയാ. നിങ്ങൾ അംഗീകരിക്കുകയല്ലെന്ന് എനിക്ക് അറിയാം. ഇനിയിപ്പോൾ ഈ പരുവക്കേട് അംഗീകരിപ്പിക്കാൻ ഞാൻ തുനിയുന്നില്ല. പക്ഷേ ഇതാ പ്രമാണം, ഒറ്റ ഒരുത്തൻ്റെ സന്തതിയാണ്. അത് പറഞ്ഞപ്പോഴേ മുഖമെല്ലാം ചിലരുടെ വല്ലാതായി. ഇത് വിശ്വസിക്കുന്നില്ല. ഇത് എടുത്തുകൊണ്ട് നടക്കുന്നതല്ലാതെ ഇതിനകത്തൊന്നും. അപ്പൊ ശ്രദ്ധിക്കുക, മനുഷ്യനാണ് ഇതെല്ലാം തരം തിരിച്ചു വച്ചിരിക്കുന്നത്. എടുത്തച്ച പണ്ട് ഒരു വരി കൊടുത്തു, ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഡ്യോഗം എന്നിങ്ങനെ കലർന്നിടുന്ന ശാന്തര് ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ച്
പോകിലും ബന്ധ വെണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണിന് കീഴായി കൃപികളായി പോകിലും. അപ്പൊ ഞങ്ങൾ ആദ്യ ബ്രാഹ്മണരാണ്, മറ്റവര് ക്ഷത്രിയര്, ഇവര് വൈശ്യര്, മറ്റവര് ശൂദ്രര്, ബാക്കിയുള്ളതെല്ലാം ഇതൊക്കെ മനുഷ്യനൊപ്പിച്ചതാ. മുഖത്തിൽ നിന്ന് വന്നെന്നും ഇവിടുന്ന് വന്നെന്നും പാദത്തിൽ നിന്ന് വന്നെന്നും പിന്നെ എവിടുന്ന് വന്നെന്ന് പുള്ളിക്ക് തന്നെ അറിയാൻ മേല. ഇതൊക്കെ തരംതിരിച്ച് വച്ചിരിക്കുക. പക്ഷേ ദൈവത്തിന് ഇത് വിഷയമല്ല. ദൈവത്തിന്റെ വചനം പറഞ്ഞ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കും. ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യരാശി ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ്. ആ നിലയിൽ ഒന്ന് ഇടപെട്ട് ഒരു പ്രശ്നവും ഇല്ല. ഒരു പ്രശ്നവും ഇല്ല. അതാ വേദപുസ്തകത്തിന്റെ വിശേഷത. പക്ഷേ ഈ വേദപുസ്തകം പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പോലും അങ്ങനെ ഇടപെടുകയെന്നുള്ളതാ. നിങ്ങൾ എന്നെ നോക്കി ഇങ്ങനെ ദഹിപ്പിക്കുമൊന്നും വേണ്ടതിന്റെ കാര്യമാണ്. ബൈബിൾ സ്കൂൾ നടത്തുന്നവരും ബൈബിൾ സ്കൂളിൽ ദീർഘവർഷങ്ങളായി ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവർ ഇവരാരും ഇതൊന്നും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാന്നേ അങ്ങനെ ഇടപെടുകയല്ലോ. ഇന്ന് അവരാരും എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യുന്നു, നിങ്ങളെങ്കിലും ഒന്ന് മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് സഹായിച്ചാട്ടെ. എന്തായാലും ഒരു കാര്യം പറയാം, സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നതാ സുവിശേഷം. എല്ലാവരും കേൾക്കണം. ഈ സുവിശേഷം കേട്ടാൽ സകല വിഷയങ്ങൾക്കും പരിഹാരമാണ്. സുവിശേഷം യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അവൻ 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെഴുത്തിൽ ധാരാളം കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി. കമ്പിവാചകം പോലെ പറഞ്ഞേച്ച് നമ്മൾ എടുത്ത ഭാഗത്തേക്ക് വരണമല്ലോ. ഒന്ന് വായിച്ചേരെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ. ആ കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിരു സഹോദരി. അന്ന് ആ പ്രദേശത്ത് ആട്ടെ, വായിക്കുന്ന സഹോദരിയുടെ പേരെന്ന് പറഞ്ഞാട്ടെ. സിജി. വായിരു സിജി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. ഓടിച്ചു വായിച്ചു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേഗോ ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേഗോ ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ. അപ്പൊ നിങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്ന, ഞാൻ എല്ലാ ഭാഗവും വായിപ്പിക്കുന്നില്ല. സുവിശേഷം ഈ ഭൂമിയിലേക്ക് വന്നു. സുവിശേഷം യേശുക്രിസ്തു. അപ്പോൾ ഈ സുവിശേഷം വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ കണ്ണികയ്ക്കകത്ത് ധാരാളം കാര്യമുണ്ട്. ഇന്നത്തെ അന്തരീക്ഷവും സമയവും കണക്കിലെടുത്ത് 1-2 കാര്യം പറയാം. ഒന്ന്, സുവിശേഷം ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് ഇരുട്ട് മാറി. അവിടെ വായിക്കുന്നത് ഇത് രാത്രിയിലാണ് സംഭവിക്കുന്നത്. രാത്രിയിൽ എന്നൊരു പദമുണ്ട്, ഇല്ലയോ സഹോദരി? ഉണ്ട്. അത് വായിക്കേ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ. അപ്പൊ ഇത് രാത്രിയിൽ പെട്ടെന്നൊരു മിന്നലുമൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ സുവിശേഷം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇരുട്ട് മാറി. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. ദേശത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. രാജ്യങ്ങളുടെ അന്ധത മാറ്റുന്ന മാർഗമാ സുവിശേഷം. രാഷ്ട്രങ്ങളുടെ തിമിരത്തെ മാറ്റിക്കളയുന്ന മാർഗമാ സുവിശേഷം. സുവിശേഷം എവിടെയൊക്കെ ഉയർന്നിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ, ചെന്നിട്ടുണ്ടോ, അവിടെയെല്ലാം ഇരുട്ട് മാറി. വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല തിട്ടമാണ്. നെടുങ്ങാടപ്പള്ളിക്കാരെ ഒന്നും വാക്യം പഠിപ്പിക്കേണ്ട. കാരണം സാഹിബന്മാരിവിടെ വന്ന് നെടുങ്ങാടപ്പള്ളിയിൽ അന്ന് CMS സഭയൊക്കെ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടായി. പാവലിച്ച ചരിത്രമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഏതാപ്പൻ ആ പാവലിച്ചെന്നുമൊക്കെ പിള്ളേർക്ക് അറിയത്തില്ല. പാവലിച്ച ചരിത്രം സാറിന് പിടികിട്ടി.
സുവിശേഷമൊക്കെ വന്നെങ്കിലും അന്നും ഉണ്ടായിരുന്ന കമ്പ് കൊണ്ട് അറിയാവോ ചരിത്രം? ഒക്കെ വേറെ ചരിത്രമാണ്. നമുക്ക് നല്ല ഭാഗത്തേക്ക് വരാം. എന്തായാലും കൊള്ള സുവിശേഷം ഈ ദേശത്ത് വന്നതാണ്. ഈ നെടുങ്ങാടപ്പള്ളി, മല്ലപ്പള്ളി, ഈ ദേശത്തെല്ലാം പരിഹാരം. മാത്രമല്ല, പെന്തിക്കോസിന്റെ തലതൊട്ടപ്പനിൽ 2 പേരിൽ ഒരാൾ മല്ലപ്പള്ളിക്കാരനാണ്. അത് നിങ്ങൾക്ക് അറിയാവോ എന്നറിയത്തില്ല. പെന്തിക്കോസ് 100 കൊല്ലം മുമ്പ് ഈ മല്ലപ്പള്ളിയിൽ ഒരു ശ്രേഷ്ഠനായ ദൈവദാസൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ സാറിന് MM ജോൺ എന്ന, അല്ലെങ്കിൽ മന്തക്കുഴി ജോൺ ഉപദേശി, അല്ലെങ്കിൽ പരിയാരം ജോൺ ഉപദേശി. അദ്ദേഹം അഭിഷേകത്തിൽ നിറഞ്ഞ കൈവെക്കുമ്പോൾ അഭിഷേകം പ്രാപിക്കും ജനം. ആഞ്ഞിലത്താനത്ത് പൂവക്കാലക്കാരുടെ ആ പറമ്പിനടുത്ത് പണ്ട് ഒരു യോഗം നടത്തി. അത് മന്തക്കുഴി ജോൺ ഉപദേശി വന്നു. അങ്ങനെ പൂവക്കാലക്കാരുടെയൊക്കെ വലിയ തോമാച്ചാനുമൊക്കെ ഈ മാർഗത്തിൽ വരുന്നത്. പിന്നെ ആ ഉണ്ണുണ്ണു സാറിനെ കുമ്പനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സാറ് ആറാട്ടുപുഴ യോഗം നടത്തി വെച്ച് സമയം പോയെന്നും പറഞ്ഞ് റാന്തൽ വിളക്കും കത്തിച്ച് പൂവക്കാലയെ വന്നതുമൊക്കെ. അപ്പോൾ എൻ്റെയൊക്കെ തലതൊട്ടപ്പൻ മന്തക്കുഴി ജോൺ ഉപദേശിയാണ്. അത് വേറൊരു ചരിത്രം, അതവിടെ നിൽക്കട്ടെ. ഇതൊന്നും പറയുന്ന ആർക്കും ഇഷ്ടമല്ല. കണ്ണടച്ചിട്ടാക്കരുത്. അപ്പൊ ഞാനിപ്പോ സൂചിപ്പിച്ചത് ഈ മല്ലപ്പള്ളി, നെടുങ്ങാടപ്പള്ളി, പരിയാരം, ഈ സ്ഥലത്തൊക്കെ സുവിശേഷത്തെ വളരെ സ്നേഹിക്കുന്നവരാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയര്, സുവിശേഷം ഇരുട്ട് മാറ്റുന്നതാണ്. ഇരുട്ട് 3 കാര്യത്തെ കാണിക്കുന്നു. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ വാക്യങ്ങൾ എടുപ്പിക്കുന്നതിൽ അറിയാമല്ലോ. 1, ഇരുട്ട് പാപത്തെ കാണിക്കുന്നു. 2, ഇരുട്ട് പിശാചിനെ കാണിക്കുന്നു. 3, ഇരുട്ട് നരകത്തെ കാണിക്കുന്നു. പാപം, പിശാച്, നരകം, ഇത് 3നും നിഴലാ ഇരുട്ട്. നരകം അതല്ലയോ, കല്യാണത്തിന് ക്ഷണിച്ചവരെല്ലാം വന്നില്ല, ക്ഷണിക്കാത്തവരെല്ലാം വിളിച്ചോണ്ട് വന്നു. രാജാവ് വന്നു പന്തി നോക്കിയപ്പോൾ ഒരുത്തനെ കല്യാണ വസ്ത്രം ധരിക്കാതെ അവനകത്തിരിക്കുക. അപ്പോൾ ചോദിച്ചു, സ്നേഹിത കല്യാണ വസ്ത്രം? അവൻ പറഞ്ഞു, ഇതല്ല, വേറെ ഉണ്ട്. അയ്യോ, അത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം എവിടെ കിട്ടുമെന്ന് കല്യാണ വസ്ത്രം? അപ്പം അങ്ങനെ വിശദമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ആശയമല്ല. അപ്പം രാജാവ് ചോദിച്ചു, ബ്രദർ ഇതിലേക്കൂടെ ഇതിനകത്ത് കയറിയത്? പിടി വീണു. ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നു. ഞാൻ ആ വാതിക്കൽ ഒരുത്തനെ കല്യാണ വസ്ത്രമൊക്കെ കൊടുത്തു. ഇവിടെ വരുന്നവർക്കല്ല ഇത് കൊടുത്ത് കയറ്റണം. അപ്പം ചോദിച്ചു, ബ്രദർ ഇതിലേക്കൂടെ? അപ്പം അവൻ പറഞ്ഞു, ഞാൻ വാതിലിൽ കൂടെ അല്ല വന്നത്, ഇല്ല, ഞാൻ മതിൽ ചാടി ഡൈവ് ചെയ്ത് വന്നതാണ്. അപ്പം രാജാവ് പറഞ്ഞു, അങ്ങനെ അന്ന് ഇവനെ പിടിച്ചു കെട്ടി മതിലിൽ കൂടെ തന്നെ. ഇവൻ പഴയ ഡൈവുകാരനാണ്. ഒറ്റ ഡൈവിന് ഇതിനകത്ത് കയറി, സഭയ്ക്കകത്ത് കയറി. അല്ല മാനസാന്തരപ്പെട്ടൊന്നും അങ്ങനെയുള്ള ഒത്തിരി എണ്ണം ഡൈവ് ചെയ്ത് വന്ന ഒത്തിരി എണ്ണമുണ്ട്. അവരായി പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നു. ഒത്തിരി ആൾക്കാരുണ്ട്. ഒറ്റ കൈ കുത്തി ഇവൻ്റെ ഉപ്പാപ്പൻ പണ്ട് ഇതിനകത്ത് കയറി. ഉപ്പാപ്പൻ ഇവനെ കണ്ണ് കാണിച്ച് മതിൽ ചാടി വരാൻ അവനെ ഡൈവ് ചെയ്തതിനകത്ത് കയറി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ സെൻറ്ററിൻ്റെ സെക്രട്ടറി ആയി. അല്ലെങ്കിൽ ലോക്കൽ സഭയുടെ ഇവിടുത്തെ സെൻറ്ററിൻ്റെ കാര്യമല്ല, അതൊക്കെ ഡൈവ് ചെയ്ത് വന്ന ഒത്തിരി എണ്ണമുണ്ട്. അവരായി പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത്. മര്യാദയ്ക്ക് വാതിൽ കൂടെ ഒറ്റ വാതിൽ യേശു ക്രിസ്തുവാണ്. മര്യാദയ്ക്ക് വന്നവരുണ്ട്. മര്യാദക്കാർക്കാർക്ക് ഇപ്പം മിണ്ടാൻ പോലും ഡൈവുകാരായി ഇത് മുഴുവൻ ഭരിക്കുന്നത്, ഗുസ്തിക്കാർ. പക്ഷെ രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഇവൻ മതിലിൽ കൂടെ ചാടി വന്നതല്ലേ, അതെ, അതിലേ കൂടെ അങ്ങോട്ട് ഇട്ടാക്കാൻ പറഞ്ഞു. അത് സൈമൺ സാറാണ് നല്ല പരുവത്തിന് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പം വന്ന് നോക്കിയപ്പം രാജനോ വിളിച്ചു ചൊന്നു, ശുഭ്രവസ്ത്രം വിട്ടോ രാജവിരുന്നിൽ കടക്ക പതിവെന്തുമട്ടോ, നമ്മെ ഇവൻ നിന്ദിക്കയാൽ ഇരുട്ടിങ്കലിട്ടോ, നല്ല ശിക്ഷ കൊടുക്കണം തീ കടലിൽ ചുട്ടോ. നല്ല അന്ത്യപ്രാസത്തിലാണ് എഴുതിയേക്കുന്നത്. രാജനോ വിളിച്ചു ചൊന്നു, ശുഭ്രവസ്ത്രം വിട്ടോ രാജവിരുന്നിൽ കടക്ക. ഞാനിതൊന്ന് അന്തിപ്രാസമാണ്. രാജനോ വിളിച്ചു ചൊന്നു, ശുഭ്രവസ്ത്രം വിട്ടോ രാജവിരുന്നിൽ കടക്ക പതിബന്ധുമട്ടോ, നമ്മ ഇവൻ നിന്ദിക്കയാൽ ഇരുട്ടിങ്കലിട്ടോ,
നല്ല ശിക്ഷ കൊടുക്കണം തീക്കടലിൽ ചൂട്ടോ രാജാത്മജ വിരുന്നതിൻ വിപരം രാജാത്മജ വിരുന്നതിൻ വിപരം ഉപമയോ മകസാര രാജാത്മജ വിരുന്നതിൻ വിപരം പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി പട്ടണത്തിനു പുറത്ത് മതിലിങ്കൽ കൂടി ഒട്ടുമടി കാണാതുള്ള ഊരിരുട്ടിൽ പേടി 8 നരകത്തിൽ താഴാൻ തള്ളിയും വച്ചോടി രാജാത്മജ വിവരം ഉപമയോ അപ്പൊ ശ്രദ്ധിക്കുക, ഇരുട്ട് 3 കാര്യങ്ങളെ കാണിക്കുന്നതാണ്. 1 പാപം, 2 പിശാച്, 3 നരകം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം വന്നു കഴിയുമ്പോൾ ഇരുട്ട് മാറും. നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ പിടിയിൽ നിന്ന് നിന്നെ മോചിതയാക്കി തീർക്കുന്ന മാർഗമാ സുവിശേഷം. തീയും ഗന്ധവും കത്തുന്ന പൊയ്ക അവൻ പുഴുവുള്ള അവൻ സ്വോത്രം നരകം. അവൻ ആ നരകത്തിലേക്ക് പോകാതെ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. അപ്പൊ സുവിശേഷം വന്നാൽ 1 ഇരുട്ട് മാറും. 2 ആ ഭാഗത്ത് എഴുതിക്കൊണ്ട് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. സുവിശേഷം വന്നാൽ സന്തോഷമുണ്ടാകും. പക്ഷേ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എന്തുവാ ഇതുപോലൊരു ചതിവ്. ഇടയ്ക്ക് തലയാട്ടുന്നതാ സഹിക്കാൻ മേല. എന്റെ പ്രിയരെ, സുവിശേഷം വന്നു കഴിയുമ്പോൾ സന്തോഷം. മദ്യമോ മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ലോകം തരുന്ന ആനന്ദമല്ല, നമുക്ക് തരുന്ന ആത്മസന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ വിശേഷത സങ്കീർത്തനക്കാരൻ പാടുക, അവൻ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷമാണ് നമ്മുടെ ഹൃദയത്തിൽ. മൂത്താബാക്കലെ ഉപദേശി പാടി, ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദം വന്ന, മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവതല്ലാത്തൊരാനന്ദം വന്ന. സുവിശേഷം സന്തോഷം തരും. ഇന്ന് രാത്രി നിരാശകളുടെ പടുകുടിക്കനാണെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആത്മഹത്യ മാർഗം പരിഹാരമല്ല, നാടുവിടുന്നതും പരിഹാരമല്ല, വിഷം കഴിക്കുന്നതും പരിഹാരമല്ല, മല്ലപ്പള്ളി പാലത്തിൽ നിന്ന് വെള്ളം താഴോട്ട് ചാടുന്നതും പരിഹാരമല്ല. ഇതൊന്നുമല്ല, പരിഹാരം യേശുക്രിസ്തുവിലുണ്ട്. നിനക്ക് സന്തോഷം തരും, നിനക്ക് സമാധാനമുണ്ടാകും. ക്രിസ്തു നമ്മുടെ സമാധാനം. മാത്രമല്ല, 1 ഇരുട്ട് മാറും, 2 സന്തോഷം, 3 ആ ഭാഗം പറഞ്ഞങ്ങ് ഇവിടെ ഒത്തിരി കാര്യം അവിടെ പറയാനുണ്ട്, വിഷയം അതല്ലല്ലോ. 3 നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. നമുക്കൊരു രക്ഷിതാവ്, നിന്നെ രക്ഷിക്കുന്ന ഒരുവനുണ്ട്, നിന്നെ സംരക്ഷിക്കുന്ന ഒരുവനുണ്ട്, വിടുവിക്കുന്ന ഒരുവനുണ്ട്. അതാണ് സുവിശേഷം. സുവിശേഷം വന്നതുകൊണ്ട് ഇരുട്ട് മാറി, സന്തോഷമുണ്ടായി, ഒരു രക്ഷകനെയും കിട്ടി. ആ സുവിശേഷമായി ഇന്ന് നാളെയും ഒക്കെ ഇവിടെ മുഴങ്ങുന്നത്. അതിനായി കർത്തദാസന്മാരെ ദൈവം ശക്തീകരിക്കട്ടെ. ആ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ദൈവം നമുക്ക് തരുന്ന അവസരത്തിനായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വായിച്ച തിരുവെഴുത്തിലേക്ക് മടങ്ങി വരാം. അങ്ങനെ 21 ലേഖനങ്ങളിൽ ഒടുവിലത്തെ ലേഖനമാണ് യൂദയുടെ ലേഖനം. ലേഖനങ്ങളെല്ലാം ഉപദേശ വിഷയങ്ങളാണ്. റോമാലേഖനം വിശ്വാസത്താൽ നീതീകരണം, കൊരിന്ത്യർ ലേഖനം വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം അതിൻ്റെ സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനം സ്ഥാനമാനങ്ങൾ, ഫിലിപ്പിയ ലേഖനം സന്തോഷം, കൊലോസ് ലേഖനം അവകാശം, തെസ്സലോനിക്ക ലേഖനം പ്രത്യാശ, തിമോഥെയോസിൻ്റെ 2 ലേഖനവും തീത്തോസിലെ ലേഖനമെല്ലാം ഉപദേശ വിഷയം, പ്രമാണം, ഇങ്ങനെ എല്ലാം ഉപദേശ വിഷയങ്ങളാണ്. യൂദായുടെ ലേഖനം ഒടുവിൽ പറയുന്നത് ഈ വിധത്തിലൊക്കെ ഉപദേശപ്രകാരം നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയാ, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. 1-2 കാര്യങ്ങൾ നമുക്ക് ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. പാസ്റ്റേ സമയം പറയണേ. ആ ഒന്നും ആയില്ല, ഞാനങ്ങ് പോകും, അല്ലേ പിന്നെ അപ്പോൾ പിന്നെ ഇവിടെ ആയതുകൊണ്ട് ആരും ജിബായി പിടിക്കത്തില്ല. ചിലടത്ത് തന്നാൽ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ വന്ന് കുഴപ്പമില്ല, സമയത്ത് നിർത്താം, പറയാവുന്നിടത്തോളം പറയാം. അപ്പം ശ്രദ്ധിക്കുക,
ഈ യൂദയുടെ ലേഖനം വേദപുസ്തകത്തിലെ ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ്. യൂദയുടെ ലേഖനം. സഹോദരിയുടെ പേര് ബിജി എന്നല്ലേ? സിജി. സിജി എന്നെ നോക്കണം, ബൈബിളിൽ ഇനി നോക്കരുത്. എന്നെ നോക്കണം. എന്നെ കാണാൻ അങ്ങനെ വലിയ ചതവൊന്നും ഇല്ലേലും ഒന്ന് നോക്ക. ഇങ്ങോട്ട് നോക്ക. സിജി. യൂദയുടെ ലേഖനത്തില് എത്ര വാക്യമുണ്ട്? എന്നെ നോക്കി പറ. മോള് പറ. 19 ഉള്ളതാട്ടെ. എത്ര വാക്യമുണ്ടെന്ന് യൂദയുടെ ലേഖനത്തിൽ? ഉള്ളതാട്ടെ. പണ്ട് കണ്ണശ പണിക്കരോട് ചെന്ന് ചോദിച്ചു. ഏത് ചോദ്യത്തിനും പെട്ടെന്ന് മറുപടി പറയുന്ന ആളാണ് കണ്ണശ പണിക്കർ. കണ്ണശ പണിക്കരോട് ചോദിച്ചു. പുള്ളി ഉറങ്ങി കിടക്കുക. പുള്ളി എല്ലാത്തിനും മറുപടി പറയും. അപ്പം ഏത് ചോദ്യം എപ്പോൾ ചോദിച്ചാലും മറുപടി ചെയ്യാം. അപ്പോൾ പുള്ളിയെ വെട്ടിനകത്താക്കാൻ ഒരുത്തൻ ചെന്ന് ചോദിച്ചു, ഉമ്മിക്കുന്നുമല എത്ര കോട്ടയുണ്ടെന്ന്. കണ്ണശ പണിക്കരെ ഉമ്മിക്കുന്നുമല എത്ര കോട്ടയുണ്ട്? പുള്ളി കണ്ണു അത്ര ഒരു കൊട്ടയ്ക്ക് ഒരു കോട്ടയുണ്ടെന്ന് പറഞ്ഞ് പിന്നെയും കിടന്നുറങ്ങി. കറക്റ്റ് ആൻസർ അല്ലേ? അത്ര ഒരു കോട്ടയ്ക്ക് ഒരു കോട്ട എന്ന് പറഞ്ഞ പോലെ ആട്ടെ. യൂദയുടെ ലേഖനത്തിൽ 25 വാക്യങ്ങൾ, 25 വാക്യമുള്ളൊരു ലേഖനമാണ് യൂദയുടെ ലേഖനം. ഇതുപോലൊരു ലേഖനം വേറെ ഉണ്ട്, 25 വാക്യം. ഏതാ? അയ്യോ, ചേര നാക്കിട്ട് കാണിക്കുന്ന പോലെ കാണിച്ചാൽ എനിക്ക് പിടി കിട്ടുകയല്ല. ദൈവമേ, ഫിലേമോൻ. അപ്പൊ ശ്രദ്ധിക്കുക, യൂദയുടെ ലേഖനമാണല്ലോ നമ്മൾ എടുത്തത്. 25 വാക്യം. ഇതിനെപ്പറ്റി ഒരു വേദപഠിതാവ് ഈ യൂദയുടെ ലേഖനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണം പറഞ്ഞത്, ഈ യൂദയുടെ ലേഖനം ഒരു പോസ്റ്റ് കാർഡാന്നാ പറഞ്ഞേക്കുന്നത്. പോസ്റ്റ് കാർഡ്. ഇല്ലൻ്റെ അല്ല, പോസ്റ്റ് കാർഡ്. ഇല്ലൻ്റും പോസ്റ്റ് കാർഡും വ്യത്യാസമുണ്ട്. ഇല്ലൻ്റിലെ ഒത്തിരി കാര്യം എഴുതാം. പണ്ടൊക്കെ ഇല്ലൻ്റെ ആണല്ലോ. എനിക്കൊന്ന് 3 പേജുണ്ട് അല്ലേ? 3 പേജ് നന്നായിട്ട് എഴുതാം. പേർഷ്യരൊക്കെ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് എഴുതി എല്ലാം തീർന്ന് എന്ന് സ്വന്തം അച്ചായൻ്റെ ഇതെല്ലാം എഴുതി വെച്ച് പിന്നെ ഒട്ടിച്ച്, ചിലര് തുപ്പൽ കൊണ്ട് ഒട്ടിക്കും, ചിലര് ചോറ് കൊണ്ട്, പിന്നെ അല്ലേ വേറെ ഇതൊക്കെ കിട്ടിയതാണ് കൂടുതലും. ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ, അച്ചായനോട് വേറൊരു കാര്യവും കൂടെ എഴുതി. അപ്പം അത് ഇങ്ങനെ വെച്ചേച്ചേ. എന്ത് വേണ്ട എഴുതിയവരൊക്കെ അച്ചായന് മാത്രമാണോ എഴുതിയേക്കുന്നത്? എത്ര എണ്ണം ഇവിടെ എഴുതി വെച്ചിരിക്കുക. ഇപ്പം ഒന്നും അറിയാൻ മേലാത്ത ഇല്ലല്ലോ. എന്തെല്ലാം എഴുതി പിടിപ്പിച്ചെന്നുള്ളത് ദൈവത്തിന് നിങ്ങൾക്കും അറിയാം. അപ്പൊ ഇല്ലത്തിലെ ധാരാളം കാര്യം എഴുതാം. പക്ഷേ പോസ്റ്റ് കാർഡിൽ അധികം എഴുതാനൊക്കത്തില്ല. അധികം എഴുതാനും ഒക്കത്തില്ല. എല്ലാവർക്കും വായിക്കുകയും ചെയ്യാം. എല്ലാവർക്കും വായിക്കാം. അത്യാവശ്യക്കാരി എന്ന് പറഞ്ഞതുപോലെ ഒരു ലേഖനമാണ് പോസ്റ്റ് കാർഡ് പോലെ യൂദയുടെ ലേഖനം. 25 വാക്യമുള്ളൂ. പക്ഷേ ഉള്ളതെല്ലാം നല്ല ഈ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ഇടിവെട്ട് വാക്യങ്ങളാണ്. അങ്ങനെ നിങ്ങൾ പറയത്തില്ലോടാ ഇടിവെട്ടെന്ന്? എങ്ങനെ ഇടിവെട്ട് വാക്യങ്ങൾ. കിടിലൻ അല്ലേ? അപ്പോൾ യൂദയുടെ ലേഖനം ഒരു പോസ്റ്റ് കാർഡാണ്. 25 വാക്യങ്ങളെ ഈ ലേഖനത്തിലുള്ളൂ. ഓടിച്ചു പറയാ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഈ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം സൂക്ഷിക്കുക. ഇതിനകത്തൊരു പ്രധാന പ്രയോഗമാണ് സൂക്ഷിക്കുക. സഹോദരി വായിച്ചാട്ടെ. 1-ാം വാക്യവും 5-ാം വാക്യവും അതുപോലെ തന്നെ 13-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും 24-ാം വാക്യം. 1, 5, 13, 21, 24. ഒന്ന് വായിര്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. അവിടെ ഒരു പദം കണ്ടോ? സൂക്ഷിക്കപ്പെട്ടു. ഇനി 6-ാം വാക്യം.
തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചെന്നൊരു പദം 13. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ സദാകാലത്തേക്കും അന്ധതമ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവിടെ ഒരു പദമുണ്ട്, സൂക്ഷിച്ചു. 21 നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചു. 24 വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ലേഖനത്തിലെ പോസ്റ്റുകാരനാന്നോർത്ത് തള്ളിക്കളയരുത്. വളരെ ഈടുറ്റ ലേഖനമാണ്. അതിലെ പ്രധാന ഒരു പ്രയോഗമാണ് സൂക്ഷിക്കുക. അല്ല, എല്ലാവരും സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കണം. സംസാരം സൂക്ഷിക്കണം, സമീപനം സൂക്ഷിക്കണം, ഇടപാടുകൾ സൂക്ഷിക്കണം. അത് സഭയോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിലെല്ലാം സൂക്ഷിക്കണം. അപ്പോൾ ഈ ലോകത്ത് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് സൂക്ഷിക്കുക. മാത്രമല്ല, ഈ ലേഖനത്തിലെ ഈ മൂന്നുകളുടെ ഒരു കണക്കുണ്ട്. മൂന്ന് എന്നൊരു കണക്കുണ്ട്. 1-ാം വാക്യം വായിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. മതി, അവിടെ ഒരു നിർത്തില്ലയോ? ഇല്ലേ? യൂദ എന്ന് പറഞ്ഞ ചെറിയ കോമയുണ്ട്. അപ്പൊ ഈ കോമായിക്ക് മുമ്പിൽ കോമ വരെ 3 പേരാ. ആരൊക്കെ? യേശുക്രിസ്തു, പിന്നെ യാക്കോബിന്റെ സഹോദരൻ യാക്കോബ്, പിന്നെ യൂദ. മൂന്നുകളുടെ ഒരു കണക്കാ. 3 പേര്: യേശുക്രിസ്തു, യാക്കോബ്, യൂദ. ഇനി 2-ാം വാക്യം വായിച്ചേ. നിങ്ങൾക്കും കരുണയും സമാധാനവും. 1-ാം വാക്യം താഴോട്ട് ഒന്നുകൂടെ വായിച്ചു. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവനായ വിളിക്കപ്പെട്ടവൻ. അവിടെ ഒരു 3 കാര്യമാണ്: സ്നേഹിക്കപ്പെട്ടും, സൂക്ഷിക്കപ്പെട്ടും, വിളിക്കപ്പെട്ടും. അവിടെ 3 പദമാണ്. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും. അവിടെ 3 കാര്യമാണ്: കരുണ, സമാധാനം, സ്നേഹം. അവിടെ 3 പ്രയോഗങ്ങളാണ്. ഒത്തിരി ഉണ്ട്. ഒരു 3 സംഭവങ്ങൾ നിരത്തിയിട്ടുണ്ട് 5-ാം വാക്യം മുതൽ. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. 1-ാമത്തെ സംഭവം മരുഭൂമിയിൽ നശിപ്പിച്ച ജലചരിത്രങ്ങൾ. അടുത്തത് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതന്മാരുടെ ചരിത്രം. 2-ാമത്തെ സംഭവം. 3 അടുത്തത്. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ചത്. സോദോമിന്റെ മേൽ ദൈവം വരുത്തിയ നാശം. 3 സംഭവങ്ങൾ. അപ്പൊ 3ന്റെ കണക്ക് ഈ പുസ്തകത്തിലുണ്ട്. പോസ്റ്റുകാരനാന്നോർത്ത് തള്ളിക്കളയരുതെന്നായി പറഞ്ഞ്. ഇനി 3 വ്യക്തികൾ. 11-ാം വാക്യം. 11. അവർക്ക് അയ്യോ കഷ്ടം, അവർ കൈയിന്റെ വഴി നടക്കും. 1 കയ്യീൻ, നല്ല പറ്റിയ പുള്ളിയാ കയ്യീന്. പിന്നെ കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ. അത് അടുത്ത കക്ഷി ബിലയാം. പിന്നെ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ 3 നല്ല പറ്റിയ പുള്ളിക്കാരൻ. 3 എണ്ണം. കയ്യീനും മോനെവിടെ പോവാടാ? പോയിട്ട് പെട്ടെന്ന് നീ നേരത്തെ വന്നതാ അല്ലയോ? അപ്പൊ ശ്രദ്ധിച്ചേ, കയ്യീനും ബിലയാമും കോരകം 3 വ്യക്തികളുടെ ചരിത്രം. അപ്പൊ 3ന്റെ ഒരു കണക്കുണ്ട് ഇവിടെ. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. അപ്പോൾ ഈ യൂദയുടെ ലേഖനം പോസ്റ്റുകാരനാന്നോർത്ത് തള്ളിക്കളയരുത്. വളരെ ഈടുറ്റ ലേഖനമാണ്. ഇനി വേറൊരു ചിന്ത ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. വേദപുസ്തകം ഈ 66 പുസ്തകം 40 എഴുത്തുകാരാ ഇതിന്റെ രചയിതാക്കൾ. എൻ്റെ ഭാഷയാ. ഈ 40 എഴുത്തുകാരിൽ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത ചില വിഷയം യൂദായിക്ക് വെളിപ്പെടുത്തി. 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത ചില വിഷയം യൂദയ്ക്ക് ദൈവം അതാ ഈ ലേഖനത്തിന്റെ വേറൊരു വൈശിഷ്ട്യം. 9-ാം വാക്യം വായിച്ചേ.
എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ, അപ്പൊ ശ്രദ്ധിക്കുക, മോശയുടെ ഉയർപ്പ്, മോശയുടെ ശരീരം, മോശയുടെ അടക്കം അല്ലെങ്കിൽ ഉയർപ്പ്, ഈ വിഷയത്തിൽ ഒരു തർക്കവും വാദവും ഉണ്ടായി. അപ്പോൾ പ്രധാന ദൂതനാകുന്ന മീഖായേൽ വന്നു. പിശാചുമായിട്ട് തർക്കിച്ച് യഹോവ നിന്നെ ഫലസിക്കട്ടെ. ഈ വിഷയം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല, യൂദായ്ക്ക് വെളിപ്പെട്ടു. ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. മാത്രമല്ല, രണ്ടാമത്തെ ഒരു പ്രത്യേകത മുമ്പേ വായിച്ച വാക്യമാ 14-15. ആദാം മുതൽ ഏഴവനായ ഹാനോക്ക് ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല ദുഷ്ടൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്നും പ്രവചിച്ചു. അപ്പോൾ ഹാനോക്ക് പ്രവചിച്ചുവെന്ന് യൂദാ വെളിപ്പെടുത്തി. അപ്പോൾ 39 എഴുത്തുകാർക്കും ഈ 2 സംഭവങ്ങൾ വെളിപ്പെട്ടിട്ടില്ല. ഇത് രണ്ടും വെളിപ്പെട്ടത് യൂദയ്ക്കാണ്. ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ഇനി വേറൊരു ചിന്തയും കൂടെ പറയും. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, പുതിയതൊന്നുമില്ല. എല്ലാം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പിന്നെ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഞാൻ പറയുന്നത് തെറ്റുന്നുണ്ടോ ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വാച്ചയിലും നോക്കുന്നുണ്ട് കൃത്യത്തെ നിർത്തുമെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ യൂദയുടെ ലേഖനത്തിന്റെ വേറൊരു വിശേഷത അതിങ്ങനെ ഞാൻ പറയുന്നത്, യൂദയുടെ മനോഭാവം. അല്ല, ആരാ ഈ യൂദ? ഏതാ? എത്ര യൂദയുണ്ട്? ഈ യൂദ ഏതാ? വായിച്ച സഹോദരൻ, ഈ യൂദ ഏതാ? അല്ലെ, കുരുക്കിട്ട് പോയ യൂദയാണോ? വായിച്ചേ 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അപ്പൊ ഈ യൂദ ഏത് യൂദയാ? ഒന്നുകൂടെ വായിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. യാക്കോബിന്റെ സഹോദരനുമായ യൂദ. യാക്കോബിന്റെ സഹോദരനായ യൂദ. അതെന്താ അങ്ങനെ പറഞ്ഞേക്കുന്ന? യൂദ പലതുണ്ട്. യാക്കോബിന്റെ സഹോദരൻ യൂദ എന്ന് എടുത്ത് പറയാൻ കാരണം മലയാളത്തിൽ വേറൊരു പദം കൊടുത്തിട്ടുണ്ട്, യാക്കോബിന്റെ മകനായ യൂദ. അങ്ങനൊരു യൂദയുണ്ട്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചേ പെട്ടെന്ന്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. മാളിക മുറിയിൽ കൂടിയിരുന്ന ലിസ്റ്റ്. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് വായിക്ക യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ. യാക്കോബിന്റെ മകനായ യൂദ. അപ്പൊ അങ്ങനൊരു യൂദയുണ്ട്. യാക്കോബിന്റെ മകനായ യൂദ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ലേഖനത്തിൽ ഒന്നുകൂടെ ക്ലിയർ ആക്കി, യാക്കോബിന്റെ സഹോദരനായ യൂദ. ഇനി എൻ്റെ ശൈലി പറഞ്ഞാൽ ചിലരൊക്കെ അപ്പനെയും മോനെയും തിരിച്ചറിയാൻ മേല. അപ്പനെ കയറി അളിയാന്ന് വിളിക്കുന്നൊരു കാലമാണ്, ഇല്ലേ? അളിയോ എവിടെ പോകുന്നു? ആരോടാ? അപ്പനോട്. ഇപ്പം ബഹുമാനമൊന്നും കൊടുക്കുന്നില്ല, കിട്ടത്തുമില്ല, ഇനിയും കിട്ടുമോന്നുള്ളത് എനിക്കറിയത്തില്ല. പണ്ടൊക്കെ അപ്പനും വല്യപ്പനും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ അച്ചടക്കം ഉണ്ട്, നമുക്കെല്ലാം. അച്ഛൻ അവിടെ ഉണ്ട്. ഇന്ന് നേരെ തിരിച്ച അമ്മ പറയും, മിണ്ടാതിരിക്കുക, അവൻ അവിടെ ഉണ്ട്, അവൻ അവിടെ ഉണ്ട്. പണ്ട് അങ്ങനല്ല, പിള്ളേരുടെ മിണ്ടാതിരിടാ, പപ്പ അവിടെ, അച്ഛൻ അവിടെ ഇരിക്കുന്നു. ഇന്ന് നേരെ തിരിച്ച് തള്ള പറയാം, ഉണ്ടോ? തല തിരിഞ്ഞു പോയി. ഞാൻ എപ്പോഴും പറയും, പണ്ട് പ്രായമുള്ള കാർന്നവര് വാതുക്കല്ലിരുന്ന പെൺപിള്ളേർ അതിലേ പോകുകയല്ല. അകത്തീന്നേ പൂമുഖത്ത് അപ്പനിരിക്കുക, കസേരയിൽ ചാരി കസേരയിലിരിക്കുക. എന്നെങ്കിൽ പിള്ളേർ അകത്തീന്ന് വരുമ്പോൾ അമ്മച്ചിമാരോ അല്ലെങ്കിൽ അമ്മമാർ ഡിഡി ചാൻ അവിടെ ഇരിക്കണം, അപ്പുറം കൂടെ പോകാൻ പറയും. ഇതിലേ പോകുന്നതായി എളുപ്പം, എന്നാലും പോകുകയല്ല. അങ്ങനത്തെ ഒരു അതൊക്കെ സ്വപ്നം കാണുകയുള്ളൂ. ഇന്നെങ്ങാനും ഇച്ചാൻ അവിടെ ഇരുന്ന വാതുക്കലെ നമ്മൾ ഒറ്റ അടിക്കുന്ന നിന്നെ കനാലിൽ കളയും, കിച്ചാനാന്നും പറഞ്ഞ്. അവർക്ക് മെസ്സേജ് വാട്സപ്പിനകത്തോടെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അന്നേരം നീ അവിടെ ഇരുന്ന അടിച്ച് നിന്നെ
കനാലിൽ കിടക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്താ ചായപ്പനെങ്ങാനും പോയി പാത്തിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ, നടുവും നട്ടലും എല്ലാം കാണും. കാലം അങ്ങനെ ആയി. അപ്പൊ അപ്പനെയും മകനെയും തിരിച്ചറിയാൻ മേലാത്ത കാലം, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്ത കാലമാണ്. അയ്യോ, സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം, സ്വന്തം സഹോദരങ്ങളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത. എല്ലാവരും ആ തരക്കാരാ നല്ല പറഞ്ഞത്, പക്ഷെ ലോകം അങ്ങനെ ആയിരിക്കാം. വല്ലാത്ത വഷളത്തമാണ്. ഇതിന്റെ നടുവിലും ജീവിക്കുന്ന ദൈവമക്കളുണ്ട്. ഞാനതുകൊണ്ട് മാന്യ മാതാക്കളോടൊക്കെ പറയാറുണ്ട്, അനിയത്തിയുടെ വീട്ടിലും ചേട്ടത്തിയുടെ വീട്ടിലും ഒന്നും പെൺപിള്ളേരെ വിടരുത് അന്തി ഉറങ്ങാൻ. അഥവാ പോകുക അന്നേ അമ്മയും കൂടെ പോകണം. അനിയത്തി നീയും ആ ഒരു വയറ്റിൽ നിന്ന് വന്നത്, അനിയൻ ഒരു വയറ്റിൽ നിന്ന് വന്നതല്ല. അവനെ മീശയൊക്കെ പിടിച്ച് ഗ്ലോറി എന്നൊക്കെ പറയുന്നെങ്കിൽ അവൻ്റെ കണ്ണ് എത്രയെത്ര കേസ്. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. എന്തിനാ ഞാൻ വിവരിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ വിവരിക്കാൻ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നന്നായിട്ട് വിവരിക്കുമെന്നും എനിക്കറിയാം. ആ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം വിവരിക്കാൻ നല്ല ചാതുര്യം ഉള്ളവര് വീട്ടിൽ പോകണ്ട. വല്ലാത്ത കാലം, അപ്പനെയും മകനെയും ഒന്നും തിരിച്ചറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ യൂദായി വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, യാക്കോബിന്റെ സഹോദരനായ യൂദാ. അപ്പൊ ഞാൻ യൂദായുടെ ഒരു മനോഭാവം പറയാം. മനോഭാവം ഒറ്റവാക്കി പറഞ്ഞാൽ യൂദാ ആരാന്ന് ചോദിച്ചാൽ, കർത്താവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദാ എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ അമ്മ മറിയം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം വീണ്ടും മക്കളെ പ്രസവിച്ചു. അമ്മയ്ക്ക് മക്കളുണ്ട്. തെളിവിന് ഒരു വാക്യം വായിച്ചോ, മർക്കോസ് 6:3. ധാരാളം വാക്യമുണ്ട്, ഇപ്പൊ ഒന്ന് വായിച്ചാൽ മതി. എല്ലാ അരിയും ബന്ധമെന്ന് ഞെക്കണ്ടല്ലോ, ഒരെണ്ണം ഞെക്കിയാ പോരായോ? വായിക്ക് വിജി. 6:3 മർക്കോസ്. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദാ, ശിമോൻ എന്നിവരുടെ സഹോദരൻ. ഒന്നുകൂടെ വായിച്ചേ. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദാ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ. കൊച്ചാക്കാൻ പറഞ്ഞതാ. കൊച്ചാക്കാനാ പറഞ്ഞ. എന്തുവാ നമ്മുടെ ആൾക്കാരും ഒക്കെ പറയത്തില്ലേ, നമ്മൾ ചോദിക്കല്ലേ അവര് നിങ്ങളുടെ കൂടെ? നമ്മുടെ കൂടെ. ഈ സൂക്കേടുകാരന്ന് ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ട്. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. പിന്നെ ഉള്ള എല്ലാം നല്ല പറ്റിയ ആൾക്കാരാ. ഇവൻ മറിയയുടെ മകനും, അത് മറിയെന്നാ. നമ്മുടെ കേരളത്തിലെ ചില പ്രയോഗങ്ങളുണ്ട്. അമ്മ കൂട്ടി പറയും, കുഞ്ഞമ്മ, തങ്കമ്മ, അന്നമ്മ, സാറാമ്മ. അമ്മ പ്രയോഗമാണ്, നല്ലതാ, ബഹുമാന സൂചകമാണ്. ഇച്ചൻ പ്രയോഗം, തങ്കച്ചൻ, പാപ്പച്ചൻ, ജോയിച്ചൻ. ഇങ്ങനെയൊക്കെ ആണേലും നമ്മൾ ചിലരെ തരം തിരിച്ചാ വിളിക്കുന്നത്. കാശും പുത്തനും ഇച്ചിരി പിടിപ്പുള്ള പറയും, അവറാച്ചായൻ്റെ വീട്ടിലായിരിക്കും വ്യാഴാഴ്ച യോഗം. അവറാച്ചായനേക്കാളും മൂത്ത പ്രായമുള്ളൊരു അപ്പച്ചൻ്റെ വീട്ടിലാണെങ്കിലും നമ്മുടെ പാസ്റ്റർമാർ സഹിതം പറയും, ഈ ആഴ്ച നമ്മുടെ യോഗം തങ്കൻ സഹോദരന്റെ വീട്ടില. പറയുന്നവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇപ്പൊ പിന്നെ പമ്മി ഇരിക്കുക ഗ്ലോറി എന്നൊക്കെ പറഞ്ഞു. അല്ല, തന്നെത്താൻ അങ്ങ് ശോധന ചെയ്തു, എൻ്റെ കൊങ്ങായിക്ക് പിടിക്കാനൊന്നും വരണ്ട. എന്നിട്ട് നമ്മൾ കർത്തൃമേശയുടെ സമയത്ത് പറയും, നമ്മളല്ലോ ഓരോ അന്നേരം കുളിര് പോരും. രണ്ടാം സങ്കീർത്തനത്തിൽ ഇത് വായിക്കുന്നത്, സ്വർഗത്തിലിരിക്കുന്നവൻ ഇതെല്ലാം കണ്ട് ചിരി, വിഡ്ഢിവേഷം കെട്ടുന്നതെല്ലാം കണ്ട് ദൈവം ചിരിക്കുക. അപ്പൊ ഇവൻ മറിയയുടെ മകന് യാക്കോബ്, യോസേ, യൂദാ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചൻ. അപ്പോൾ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ പ്രസവിച്ച അമ്മ വീണ്ടും മക്കളെ പ്രസവിച്ചു. അതുകൊണ്ട് വേദപുസ്തകം പഠിക്കുന്ന, വചനത്തിൽ വിശ്വസിക്കുന്ന, വചനത്തെ ഭയപ്പെടുന്ന ദൈവമക്കൾ മറിയത്തെ നിത്യകന്യകയായിട്ട് അംഗീകരിക്കാതെ, മറിയ നിത്യകന്യകയല്ല. ഈയിടെ പറയുന്നുണ്ടല്ലോ, ആമേൻ സ്തോത്രം, കർത്താവിന്റെ മകത്വം. ആമേൻ നിത്യകന്യകയല്ല, വേറെ മക്കളുണ്ട്. ആമേൻ യേശു ക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം അമ്മയ്ക്ക് വീണ്ടും മക്കളുണ്ടായി. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദാ. ഈ യൂദായുടെ ഒരു മനോഭാവം നല്ല മനോഭാവമാണ്. ഞാൻ എന്നെയും പ്രതിയാക്കി പറയാം.
യൂദായുടെ മനോഭാവം നിങ്ങൾ ശ്രദ്ധിച്ചേ. ബിജി സഹോദരി ഒന്നുകൂടെ 1-ാം വാക്യം വായിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരമായ യൂദ. തന്നെ യൂദ ഒന്ന് പരിചയപ്പെടുത്തുക. യേശുക്രിസ്തുവിന്റെ ദാസൻ. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരന്. പക്ഷെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ മനോഭാവമാണ് ഞാൻ പറഞ്ഞേ. യേശുക്രിസ്തുവിന്റെ ദാസൻ. അവിടെ ശരിയായ മൂലാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ അടിമ. സർവന്റ് എന്നല്ല, യേശുക്രിസ്തുവിന്റെ അടിമയാണ്. അടിമ. സെർവന്റും അടിമയും തമ്മിൽ വ്യത്യാസമുണ്ട്. സർവന്റിന് ശമ്പളമുണ്ട്, അടിമയ്ക്ക് ശമ്പളമില്ല. ഇപ്പൊ എല്ലാവരും സർവന്റാ. യേശുക്രിസ്തുവിന്റെ അതിലെ സ്ഥലമാറ്റത്തിന് പോയി ആദ്യം പോയി സഭയൊക്കെ ഒന്ന് പരിശോധിക്കും. എത്ര കുടുംബമുണ്ട്, പിടിപ്പുണ്ടോ, പിടിപ്പുള്ളവനാണോ, എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും ചിലർ നടത്തിപ്പുകാർ പറയുന്നതനുസരിച്ച് പോകും. ചെല്ലി ചോദിക്കുന്ന ചുണയുണ്ടോ ഇവിടെ നിന്ന് ഇറക്കാൻ. അച്ഛനാന്നെ ഇപ്പോൾ ഇത്രയും പ്രായമായി, പുള്ളിക്ക് ചുണ കുറഞ്ഞു, ഇനിയിപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇറക്കുമോ? ഓ ചുണയില്ല. അന്നേരം ആ കൂടെയുള്ള പുള്ളി ചോദിക്കുക ചുണയുണ്ടോ എന്നെ ഇവിടുന്ന്? ഓ നിങ്ങൾക്കൊന്നും അറിയാൻ മേല. ദൈവത്തിന് മഹത്വം. അല്ല, ഇരിക്കുന്നവർ തന്നെ ആണല്ലോ നല്ല നല്ല സഭകൾ ഇരിക്കുന്ന, അല്ലാത്തവർക്ക് കൊടുക്കത്തുമില്ലല്ലോ. അങ്ങനെയുണ്ട്. എന്നാ ഒരു ദീർഘശ്വാസം വിട്ടതുപോലെ എനിക്ക് തോന്നുന്നു. ശരിയാ, ഞാൻ ശരിയേ പറയുള്ളൂ. പക്ഷെ എല്ലാവരും പറഞ്ഞ ഞാൻ ആവശ്യമില്ലാത്ത പറയുമെന്നാ ഞാൻ ശരിയായ കാര്യമായി പറയാം. ദൈവത്തിന് മഹത്വം. നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവുണ്ട്. സെർവന്റിന് ശമ്പളമുണ്ട്, തന്നെയല്ല സെർവന്റിന് ടൈമുണ്ട്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ. അങ്ങനല്ലേ ഇപ്പം ജോലി കിടക്കുമ്പം തങ്കമ്മേ ഇതുകൂടെ വേണ്ട എന്നെ ഏൽപ്പിച്ച കാര്യമേ, ശമ്പളം കൊടുത്തില്ലേ ചോദിക്കും എൻ്റെ ശമ്പളം. അടിമ അങ്ങനല്ല. അടിമയ്ക്ക് ശമ്പളമില്ല, ടൈമുമില്ല. അടിമയ്ക്ക് ആരും പരാതിയില്ല. സെൻട്രലിലും കത്ത് കൊടുക്കത്തില്ല, സ്റ്റേറ്റിലും കൊണ്ട് ഇപ്പം അവിടെ കൊടുത്തിട്ട് എന്നാ ചെയ്യാനാന്നുള്ളതാണ്. അവരുടെ കത്ത് തന്നെ ആരും ഇപ്പോൾ എടുക്കാതെ എന്തുവാ ജോസ് സഹോദരൻ ഇരുത്തിച്ചിരിക്കുന്നേ. അപ്പൊ ശ്രദ്ധിച്ചേ, അടിമയ്ക്ക് ആരോടും പരാതിയില്ല, പരിഭവമില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞങ്ങ് നിർത്താം. അടിമയുടെ നോട്ടവും ദൃഷ്ടിയല്ല യജമാനനില്ല. യജമാനൻ ചലിക്കുന്നത്, യജമാനന്റെ കണ്ണ്, യജമാനന്റെ കാത്, യജമാനന്റെ ചലനം, യജമാനന്റെ പോക്കം, ഇതെല്ലാം വീക്ഷിച്ച് യജമാനൻ കണ്ണ് വെട്ടിക്കുമ്പോൾ അടിമയ്ക്ക് അറിയാം എന്തിനാന്ന്. യജമാനൻ നോക്കുമ്പോൾ അറിയാം ഇപ്പൊ എന്തിനാ. അങ്ങനെ അടുത്ത കാലത്ത് നമ്മുടെ രാജ്ഞി മരിച്ചല്ലോ ബ്രിട്ടനിലെ. അപ്പം എലിസബത്ത് രാജ്ഞി. അപ്പം ഞാൻ പേപ്പറിലൊക്കെ വായിച്ചപ്പം 1-2 പ്രയോഗമൊക്കെ കണ്ടു. കയ്യിലൊരു ബാഗുണ്ട്. ആ ബാഗിനകത്ത് സിഗ്നലാണ് മുഴുവൻ ബാഗ്. ഈ കയ്യിൽ നിന്ന് ബാഗ് ഇങ്ങേ കയ്യിലോട്ട് മാറ്റുമ്പം അവർക്കറിയാം എന്തിനാ മാറ്റിയെന്ന്. അല്ല അവിടെ വിളിച്ചു വാടാ ഇങ്ങോട്ടൊന്നും പറയുകയല്ല. നമ്മളിവിടെ കിടന്ന് അലറുക, നിന്നോടൊരു ഇവിടെ പറഞ്ഞത് മാമി. അവർ ബാഗ് ഇങ്ങേ കൈ. അപ്പോൾ ബാഗ് ഈ പിടിക്കുന്നതിനകത്തൊക്കെ സിഗ്നലല്ല. അത് താഴെ വെക്കുമ്പോൾ അതിനുണ്ട്, അത് അവർക്കറിയാം. അത് അങ്ങോട്ടേലും മാറ്റി വെക്കുമ്പോൾ അറിയാം. നമ്മൾ അന്നേ വന്നപ്പം മുതൽ ബാഗ് തുറക്കുകയും മാറ്റുകയും ചെയ്യുക. എന്നാ സിഗ്നലാണ്. ഇപ്പം ബാഗുണ്ട്. പണ്ടൊക്കെ കൂടാ ചില തള്ളമാർ വന്ന് കൂടിനകത്ത് കൈ കയറ്റി അങ്ങ് പാമ്പിനെ തപ്പും പോലെ എന്തോ അലമ്പാന്നറിയാമോ യോഗം. അപ്പൊ ശ്രദ്ധിച്ചേ, അടിമയ്ക്ക് ടൈമില്ല, അടിമയ്ക്ക് പരാതിയില്ല, അടിമ ആരോടും പരിഭവം പറ. അടിമയ്ക്ക് ഒറ്റ ചിന്തയുള്ളൂ, യജമാനനെ പ്രസാദിപ്പിക്കണം. യജമാനന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്, യജമാനന് യാതൊരു പ്രയാസവും വരരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ അടിമയാണ്.
നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, യജമാനനെ പ്രസാദിപ്പിക്കണം. യജമാനന് പ്രയാസമുണ്ടാകരുത്. യജമാനന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. അപ്പൊ ഈ യൂദയുടെ മനോഭാവം യേശുക്രിസ്തുവിന്റെ ദാസൻ, അടിമ. അപ്പൊ തന്റെ മനോഭാവം ഞാൻ പറയാം. തന്നെ പരിചയപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ അടിമ. യൂദായുടെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ ഇത് എഴുതുമ്പോൾ എങ്ങനെ ആയിരിക്കും എഴുതുന്നത്? നമ്മളെ പരിചയപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ പറഞ്ഞു, സത്യം പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ചിലരാണെങ്കിൽ എഴുതുമ്പോൾ യേശുക്രിസ്തുവിന്റെ സഹോദരനായ യൂദ, അങ്ങനെ. ഞാനാ എഴുതുന്നെങ്കിൽ എന്നെ പ്രതിയാക്കാം. ഞാനാ എഴുതുന്നെങ്കിൽ ഇതൊന്നും അല്ല എഴുതാൻ പോകുന്നത്. ഞാൻ എന്നെ ഒന്ന് തുടക്കത്തിൽ എങ്ങനെ ദൈവത്തിന്റെ അനിയനായ യൂദ. കാരണം യേശുക്രിസ്തു ദൈവമാണ്. യൂദ ക്രിസ്തുയേശുവിന്റെ സഹോദരനുമാണ്. അപ്പം മനസ്സിലാകുന്ന ഭാഷ ഇങ്ങനെ എഴുതും, ദൈവത്തിന്റെ എന്തിനാ അങ്ങനെ എഴുതുന്നത്? നമുക്ക് കുറച്ചുകൂടെ മാന്യത കിട്ടാൻ. സമൂഹത്തിൽ ചെല്ലുമ്പോൾ പ്രധാനപ്പെട്ട കാസാര നമ്മൾ അയ്യോ ദൈവത്തിന്റെ അനിയം വന്ന് ഇങ്ങോട്ട്, അങ്ങനല്ലേ ഇപ്പൊ ഇരുത്തുന്നേ? ആണെന്ന് അയ്യോ പ്രസിഡന്റിന്റെ ബ്രദറാ, മറ്റേ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നവന് നല്ല കുഷിയനുള്ള കസാരയും, ലണ്ടനിൽ നിന്ന് വന്നവന് കുഷിയനുണ്ടെങ്കിൽ അത്രയും കട്ടിക്ക് ഇല്ല. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവന് ഇരുമ്പ് കസാരയും, ഇവിടെ ഉള്ളവന് തറയിലും. അല്ല, ഇതൊക്കെ തന്നെ ഒരു സ്ഥലത്തല്ലേ? നമ്മുടെയൊക്കെ രീതി അതാ. എന്തിനാ ഈ ദൈവത്തിന്റെ അനിയനാണ് നമ്മൾ പറയുന്നത്? അത് പറയുന്നതിന് നമുക്ക് കുറച്ചുകൂടെ മാന്യത കിട്ടും. ആൾക്കാർ കുറച്ചുകൂടെ മാനിക്കും. അതില്ല ചെല്ലി പറഞ്ഞത്, ഞങ്ങൾ ഉണ്ണുണ്ട് സാറിന് ഞങ്ങൾ ഒരു കുടുംബമാണ്. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോൾ IPC ചെന്നാൽ അമാന്യതയുണ്ട്. കൗൺസിൽ മെമ്പറാണ്. അപ്പൊ പിന്നെ ഒത്തല്ലോ. പുസ്തകക്രമം പോലും ഇവനറിയാൻ മേല. ചൊവ്വനൊന്ന് പ്രാർത്ഥിക്കാനും ഇന്ന് വരെ ഇവനൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ല. മെമ്പറാ. എവിടെ ചെന്നാലും ഒരു മുടുത്ത വാഡ്ജും മെയിൻ കസേരയും. എന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? നമുക്ക് സമയമായോ? ആയെന്ന് തോന്നുന്നു ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട്. ഞാനും നിങ്ങളുമെല്ലാം ഈ വിശേഷണം കൊടുക്കുന്നതിനാ നമുക്ക് സമൂഹത്തിൽ മാന്യത കിട്ടണം, കസേര കിട്ടണം, സ്ഥാനം കിട്ടണം, മാനം കിട്ടണം. ഞാൻ എന്നെ പ്രതിയാക്കിയായി പറയുന്നത്. നോട്ടീസിലുമൊക്കെ പേര് വെക്കുമ്പോൾ ഡോക്ടർ റവറൻ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ? ഡോക്ടർ റവറന്റ് എന്തുവാ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പുള്ളി അല്ലെന്ന്. പക്ഷെ ഞാൻ പറയാറുണ്ട്, പത്രോസ് പൗലോസിനെ ഒന്ന് പരിചയപ്പെടുത്തിയത് വായിച്ച് അറിവുള്ള വാക്യമാണല്ലോ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15. പത്രോസ് പൗലോസിനെ ഒന്ന് സംബോധന ചെയ്തത് എങ്ങനെ വായിച്ചേ? അത് വായിക്കുന്ന നല്ലതാ. വായിരേ 3:15. എന്തുവാ രണ്ടുപേരും വർത്താനം പറയാന്നോ? പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കാൻ അണ്ടാ തള്ളവരിലിരിക്കുന്നിടത്ത് വായിരേ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും. പത്രോസ് പൗലോസിനെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെ, നമ്മുടെ പ്രിയ പൗലോസിന്റെ വിശേഷതകൾ അറിയാമല്ലോ. ഫിലിപ്പിയ ലേഖനമൊക്കെ പഠിച്ചാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. മുമ്പ്, പിൻപിലുള്ളത്, പിന്നെ മുൻപിലുള്ളത്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ബെന്യാമീൻ ഗോത്രജൻ ഇസ്രായേൽ ജാതിക്കാരൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ ശുഷ്കാന്തി നിമിത്തം സഭയെ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്ത്യൻ മാത്രമല്ല സെന്നിദ്രി സംഘത്തിലെ അംഗം, റോമാ പൗരൻ, കാശ് കൊടുത്ത് മേടിച്ചതല്ല, ജന്മനാ കിട്ടിയതാ. എന്തെല്ലാം വിശേഷതകളാണ്. പിന്നെ കപ്പലുണ്ടായിരുന്നെന്നും കപ്പലുടമസ്ഥന്റെ മകനായിരുന്നെന്നും ഒക്കെ പറയുന്നു. എല്ലാ നിലയിലും നല്ല മിടുമിടുക്കൻ. അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇതിനകത്ത് വന്നു കഴിഞ്ഞോ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ 14 പേരെ ലേഖനം എഴുതി. 14 അല്ലാതെ കൂടുതൽ എഴുതിയെന്നാണ്. നമുക്ക് 14 ഇപ്പോൾ തന്നിട്ടുള്ളൂ. കൊരിന്ത്യർക്ക് തന്നെ 4 ലേഖനം എഴുതിയെന്നാ. 2 നമുക്ക് കിട്ടിയിട്ടുള്ളൂ, വേറെ 2 കിട്ടിയിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേറെ ലേഖനം എഴുതിയ ആള് മാത്രമാണോ കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് പ്രാപിച്ചവൻ? അതുകൊണ്ടാണ് 11:23 കൊരിന്ത്യർ ഞാൻ കർത്താവിൽ നിന്ന്
പ്രാപിച്ചയാള് മാർമിക വിഷയമെല്ലാം പൗലോസിന് വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് പറഞ്ഞ ഞാനൊരു മർമ്മം നിങ്ങളോട്, മർമ്മങ്ങൾ വെളിപ്പെട്ടയാള് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഇങ്ങനെ അതിശ്രേഷ്ഠനായ മനുഷ്യനെ പത്രോസ് പരിചയപ്പെടുത്തുക. നമ്മുടെ പ്രിയ സഹോദരൻ പൗലോസ്. ഇന്നെങ്ങാനും ചിലരെ പരിചയപ്പെടുത്ത കർത്താവിൻ്റെ വലിയൊരു ദാസൻ ഡോക്ടർ റവറൻ സോ പുള്ളി ഈ സഭയുടെ ഇന്ന ചുമതലകൾ, പിന്നെ മരണവീട്ടിൽ ചെല്ലുമ്പോൾ ആ ചുമതലയല്ല ഇറക്കി വിടുന്നത്. എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഞാനിപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ന പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെയും ഇതിൻ്റെയും മറ്റേതിൻ്റെയും മറിച്ചേതിൻ്റെയും എന്ന് വേണ്ട എൻ്റെ വെമ്പളയുടെയും എൻ്റെ പിള്ളേരിപ്പോൾ കാനഡയിലുള്ള ലൂയിസ്, ഹൂസ്റ്റണിലുള്ള ക്ലിമ്മീസ്, ഇത് വല്ലോ ഈ ചത്ത് കിടക്കുന്ന തന്തയ്ക്ക് ആവശ്യമുണ്ടോ? ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളയ്ക്ക് ഇത് കേൾക്കുന്നുണ്ടോ? ഇയാടെ വീരസ്യമെല്ലാം. അപ്പം അറിഞ്ഞോണം, ചെറിയ പുള്ളിയല്ല ഇപ്പം ഇവിടെ. എന്നെ എല്ലാവരും ഇങ്ങനെ വള്ളം മുങ്ങിയതുപോലെ എന്തെല്ലാം വിശേഷണങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ യൂദായുടെ മനോഭാവം ഒറ്റ വാക്കി പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ ദാസൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, വലിയ വിശേഷതകളൊന്നും നമുക്ക് വേണ്ട. ഇതാ നമ്മുടെ ഏറ്റവും വലിയ മാന്യത. ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ ദാസി, ദൈവത്തിന്റെ ദാസൻ. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. ഒരു കാര്യം കൂടെ പറയാം, അപ്പോൾ സമയമാകും, അത് ഇന്ന് നോക്കുമ്പോൾ. എനിക്ക് ഇങ്ങനെയുള്ള വിഷയമൊക്കെ പ്രസംഗിക്കണമെങ്കിൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറൊക്കെ വേണം. അത് കുറ്റമായിട്ട് പറയുകയല്ല, ഇടയ്ക്ക് 2 ശീല് പാട്ടുമൊക്കെ പാടി അതിനുണ്ടല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കണം. ഇന്ന് ഇപ്പം നിങ്ങളുടെ സമയമൊന്നും കവർന്നെടുക്കുന്നില്ല. ദൈവത്തിന് മഹത്വം മതി, ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. അപ്പോൾ യൂദയുടെ ഒരു മനോഭാവം, ഒന്ന് ദൈവത്തിൻ്റെ ദാസൻ, അതാ മാന്യത. 2 യൂദയുടെ മനോഭാവം. 3-ാം വാക്യം വായിച്ചാട്ടെ വിജി സഹോദരി. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്, പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും. അപ്പൊ യൂദയുടെ 2-ാമത്തെ മനോഭാവം നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ പദം ശ്രദ്ധിച്ചോ. പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ മനോഭാവം. ഞാനും ശിമോനും യാക്കോബും യേശുക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഞങ്ങളല്ല ഒരു കുടുംബക്കാരാ. ആരാ? യേശുക്രിസ്തു, യൂദ, ശിമോൻ, യാക്കോബ്, യോസെ. ഞങ്ങളല്ല ഒരു കുടുംബക്കാരാ. ഞങ്ങളുടെ ബ്രദറായ യേശു ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാ ഞങ്ങള്. അപ്പോൾ എൻ്റെ ഭാഷയാ, കുടുംബക്കാരാകുന്ന ഞങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക രക്ഷയും, കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്കെല്ലാം വേറൊരു രക്ഷ. അല്ലല്ലല്ല, കുടുംബത്തിൽ പിറന്ന ഞങ്ങൾക്കും ഈ കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും നമുക്കെല്ലാം കൂടെ ഒറ്റ രക്ഷയാ. അത് നസറേയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഈ മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആമേ. കുടുംബക്കാരാകുന്ന ഞങ്ങൾക്കൊരു പ്രത്യേക രക്ഷയും, കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷയല്ല. കുടുംബത്തിൽ പിറന്നവനും പിറക്കാത്തവനുമെല്ലാം ഒരേ ഒരു രക്ഷ. നമ്മുടെ ഇടയിലൊക്കെ ഇപ്പം കുടുംബ മഹിമ പറയാൻ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് അപ്പന്മാരിതെല്ലാം വിട്ടാച്ചിങ്ങോട്ട് പോകുന്നതാ, ഇല്ലയോ? പാട്ട കൊട്ടി കളയാക്കുകയും ചാണകവെള്ളം കുടയുകയും പന്തിക്ക് എഴുന്നേപ്പിച്ച് വിടുകയും കളിയാക്കുക. ഇപ്പൊ ഇച്ചിരി കാശുമൊക്കെ പിള്ളേർ അമേരിക്കയിലും പേർഷ്യയിലും പോയി ആ കാക്കക്കേടല്ല, കാക്കക്കേട് മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇച്ചിരി മിടുക്കുവായി ആ യശൂരനോ പുഷ്ടി വെച്ച് ഉതച്ചെന്നൊരു വാക്യമുണ്ട്. ഇപ്പൊ ഉതച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഷാളുമൊക്കെ ടർക്കി ഇട്ടുകൊണ്ട് പോയി. എവിടെ പോ? കുടുംബയോഗത്തിന്റെ പ്രസിഡന്റാ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരികയല്ല, സ്വോത്ര പ്രാർത്ഥനയ്ക്കും വരികയല്ല, അടക്കുക ആളെ അടക്കം പോലെ. കുടുംബയോഗത്തിന്റെ എന്നാടാ? അല്ല, പണ്ട് കാലത്ത് കുടുംബക്കാരും ഇല്ലായിരുന്നല്ലോ. പരിഹസിച്ചതല്ലേ, ആക്ഷേപിച്ചതല്ലേ, നിന്ദിച്ചതല്ലേ? വലിയപ്പന്മാരെ അപ്പന്മാരെ എന്തുവാ രണ്ടുപേരും ചെവിയിൽ ഏതാണ്ട് പറയുന്നു. എന്തുവാ ഇയാൾ ഇതൊക്കെ പറയുന്നതാണോ? എനിക്ക് ദോഷമാണോ അതോ? രണ്ടുപേരും എന്തോ ഒപ്പിച്ചു, ഞാൻ കണ്ടു. ഗുണമാണോ? എന്നാ കുഴപ്പമില്ല, ഒന്നുകൂടെ ഒപ്പിച്ചു. അയ്യോ, എനിക്ക് നിങ്ങൾക്കും വല്ലോ പുകിടാനുണ്ട്. കാൽവറി ക്രൂശിലാ
ഒരു കുടുംബത്തിലുമല്ല, ഒരു കുടുംബമല്ല, ഭർത്തവും പിതൃപേരും വരിക. അങ്ങനെയാണല്ലോ പ്രയോഗം. വല്ലോൻ രണ്ട് കാര്യം പറയാനുണ്ടെങ്കിൽ അത് കാൽവരി ക്രൂശിലാ. പൗലോസ് പറഞ്ഞ ജഡത്തിൽ ഒത്തിരി കൊണ്ട് പ്രശംസിപ്പാൻ, പക്ഷേ ഡമസ്കസിന്റെ പടിക്ക് വെച്ച് നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശത്തിന് വഴിപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടു. അതാ കൊരിന്ത്യർ ലേഖനം പഠിപ്പിക്കുന്നത്. ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷത കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ ഞാൻ ചപ്പം തണ്ടി. എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിനക്ക് വല്ലോൻ രണ്ട് കാര്യം പറയാനുണ്ട്, കാൽവരി ക്രൂശിലാ. നിനക്ക് വേണ്ടി ജീവനെ തന്നവൻ, നിനക്ക് വേണ്ടി രക്തം ചിന്തിയവൻ, നിന്നെ വീണ്ടെടുത്തവൻ, നിന്റെ പാപത്തെ മോചിച്ചവൻ, നിന്റെ ശാപദോഷങ്ങളെ മാറ്റിയവൻ, നിന്നെ രക്ഷിച്ചവൻ ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. വല്ലോ പുകടാൻ, പ്രശംസിപ്പാൻ, പറയാനുണ്ടെങ്കിൽ കാൽവരി ക്രൂശിൽ, കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കിയേ, കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കിയേ, ഓ രക്തവും ചിന്തി യേശു എന്നെ രക്ഷിച്ചതാ. തൻ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, ഓ ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താ. ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, ഓ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ഇന്ന് രാത്രി യൂദായുടെ മനോഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ഒന്ന്, യേശുക്രിസ്തുവിന്റെ അടിമ. രണ്ട്, പ്രധാനമായി പറയുക, കുടുംബത്തിൽ പറന്ന ഞങ്ങൾക്കും കുടുംബത്തിൽ പറക്കാത്ത നിങ്ങൾക്കും ആമേ പല രക്ഷയല്ല, നമുക്കെല്ലാവർക്കും കൂടെ ഒരൊറ്റ രക്ഷകൻ, ഒരേ ഒരു രക്ഷ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി ആ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് വേണം തിരിച്ചു പോകാൻ. 5 പൈസ കൊടുക്കണ്ട, കാശ് മുടക്കണ്ട, മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. സാധാരണ കയ്യും കാലും പൊക്കിക്കുന്ന പോലെ ഡ്രില്ല് കളിപ്പിക്കുന്നുമില്ല. ഇരിക്കുന്ന ഇടത്തിന് ഒരൊറ്റ വാക്ക് പ്രാർത്ഥന, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഓർപ്പിച്ചതല്ലോ, എനിക്ക് ഇത് മുഖവര പറഞ്ഞതേ ഉള്ളൂ. ഒരു 2-2.5 മണിക്കൂറുണ്ടെങ്കിൽ ഞാൻ മുഖവര പറഞ്ഞതേ ഉള്ളൂ. എങ്കിലേ അത് എല്ലാം ഒന്ന് പറഞ്ഞ് ഒക്കെ അതിൻ്റെ ഉണ്ടല്ലോ. എന്നാലും ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോടൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഒരു ഗുണീകരണത്തിനും ശുദ്ധീകരണത്തിനും മനസ്താപത്തിനും അനുതാപത്തിനും ഒരു ക്രമീകരണത്തിനൊക്കെ ആവശ്യമുള്ളതൊക്കെ ഇന്ന് രാത്രി ദൈവം തന്നിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആരെയും വിധിക്കണ്ട, തന്നെത്താൻ ശോധന ചെയ്ത് നമ്മെ ഒന്നുകൂടെ സമർപ്പിച്ച് നമുക്ക് കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സമർപ്പണത്തോടെ വേണം ഇന്ന് രാത്രി ഇവിടെ നിന്ന് വിട്ട് കടന്നു പോകാൻ. കർത്താവേ, എന്നെ അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യൂദയെ പോലെ, ലേഖനമെഴുതിയ അർത്ഥസഹോദര യൂദായെ പോലെ ഞങ്ങളുടെ മനോഭാവം ഒന്നായി തീരുവാൻ, ഞങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ, ആദരിക്കുവാൻ, അവരെ ശുശ്രൂഷിപ്പാൻ, എല്ലാറ്റിനുപരി യേശുക്രിസ്തുവിന്റെ അടിമയായി ഞങ്ങളുടെ ആയുസ് തികച്ച യജമാനനെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസൻ, ചുമതലപ്പെട്ടവർ എല്ലാവർക്കും നന്ദി. ഇതുവരെ എന്നെ കേട്ടിരുന്ന ബഹുമാന്യരായ ദൈവമക്കൾക്ക് നന്ദി. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട
പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.